നമസ്കാരം. പറയാനുണ്ട് തൃശ്ശൂരിലേക്ക് സ്വാഗതം. ജില്ലയിലെ പഞ്ചായത്തുകളിലൂടെ TCV നടത്തുന്ന യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് എളവള്ളി ഗ്രാമപഞ്ചായത്തിലാണ്. മണലൂർ നിയോജകമണ്ഡലത്തിൽ മുല്ലശ്ശേരി ബ്ലോക്കിൽ ചാവക്കാട് താലൂക്കിലാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 16 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള പഞ്ചായത്തിൽ 16 വാർഡുകളാണുള്ളത്. നിലവിൽ വന്നതിന് ശേഷം നാളിതുവരെയും പഞ്ചായത്ത് ഭരിച്ചിട്ടുള്ളത് LDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണെന്ന പ്രത്യേകതയുമുണ്ട്. നിലവിൽ നിരവധി അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട് എളവള്ളി ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാന തലത്തിൽ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി അടക്കം ജില്ലയിലെ തുടർച്ചയായി 3 തവണ മികച്ച പഞ്ചായത്തായും എളവള്ളി ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. നിലവിൽ LDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയിൽ 10 LDF അംഗങ്ങളും 4 UDF അംഗങ്ങളും 2 BJP പ്രതിനിധികളുമാണുള്ളത്. എന്തായാലും എളവള്ളിയെ സംബന്ധിച്ച് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും വികസന നേട്ടങ്ങളും പറയാനുണ്ട്. എന്തായാലും പഞ്ചായത്തിനെ സമഗ്രമായി തന്നെ അറിയാം. ചർച്ചയിലേക്ക്. എളവള്ളി ഗ്രാമപഞ്ചായത്തിലാണ്. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജിയോ ഫോക്സ് CPM പ്രതിനിധി കൂടിയാണ്. ഒപ്പം തന്നെ BJP പ്രതിനിധിയും പഞ്ചായത്ത് അംഗവുമായ സൗമ്യ രതീഷ്, കോൺഗ്രസ് പ്രതിനിധിയും പഞ്ചായത്ത് അംഗവുമായ സുരേഷ് കരുമത്തിൽ എന്നിവരാണ് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് പോകാം. ഈ കാലയളവിൽ പഞ്ചായത്ത് നേടിയ വികസന നേട്ടങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ഏത് വിവരമായി എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നോക്കിക്കാണട്ടെ. എങ്ങനെയാണ് പ്രസിഡന്റ് നിലവിൽ പഞ്ചായത്തിൻ്റെ അവസ്ഥ? എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഈ 4.5 വർഷം പിന്നിടുമ്പോൾ മുൻ ഭരണസമിതികൾ ആഗ്രഹിച്ചും ചെയ്തു തുടങ്ങിയതുമായ പദ്ധതികളുടെ പൂർത്തീകരണവും പുതുതായി ഗ്രാമസഭകളിൽ ആളുകൾ ആവശ്യപ്പെടുന്ന നിർദ്ദേശങ്ങൾ പദ്ധതികളാക്കി അടുത്ത ഗ്രാമസഭയ്ക്ക് മുമ്പ് തീർക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ കൊണ്ടുനടന്നത്. ഏകദേശം 4.5 വർഷത്തിനകം ഒരു 120 കോടിയിലേറെ രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. സർവ്വമേഖലയിലും മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ജീവനക്കാരും എല്ലാം സംയുക്തമായി അത് എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് തീരുമാനിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻഗണന കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ വാർഡ് നോക്കാതെ, ദേശം നോക്കാതെ, അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ ഏതെല്ലാം വികസനമാണ് ഏതെല്ലാം വാർഡിൽ പറ്റുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടപ്പിലാക്കിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു പ്രൊജക്റ്റ് ഒരു ബെഡ്സ് സ്കൂൾ തുടങ്ങാനായതാണ്. 20 മക്കളാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി 1 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് ആ ബെഡ്സ് സ്കൂൾ നിർമ്മിച്ചത്. ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും 25 ലക്ഷം രൂപയാണ് കുടുംബശ്രീ അതിന് വേണ്ടിയിട്ട് ഫണ്ട് നമുക്ക് തന്നത്. അതിൻ്റെ കുട്ടികൾക്കുള്ള ഉപകരണങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട് 3 കുട്ടികൾ നടക്കാതെ വന്ന കുട്ടികൾ ഇപ്പോൾ 3 മാസം നിരന്തര പരിശീലനത്തിലൂടെ കുട്ടികൾ നടക്കുകയാണ്. 2 ടീച്ചേഴ്സ്, സ്പെഷ്യൽ ടീച്ചേഴ്സ് ഉണ്ട്, 2 ആയമാരുണ്ട്, ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട്, പിന്നെ അവിടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുണ്ട്. ഭക്ഷണം അവർക്ക് സൗജന്യമാണ്, കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും സൗജന്യമായിട്ടുള്ള വാഹനങ്ങളിലാണ്. അപ്പം അങ്ങനെ കുട്ടികളും ഒരു രക്ഷിതാക്കളും എല്ലാം വളരെ സന്തോഷത്തിലാണ്. അത് ഏറ്റവും വലിയൊരു ജീവകാരുണ്യ പദ്ധതിയായി ഞങ്ങളുടെ ഈ ഭരണസമിതി കാണുകയാണ്. അതുമാത്രമല്ല ആരോഗ്യരംഗത്തും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറിയെ കേന്ദ്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തീകരിച്ചു. അതിൻ്റെ പ്രഖ്യാപനം അടുത്ത് വരാൻ പോവുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ 4 സ്ഥാപനങ്ങളാണ് അത്തരത്തിൽ പരിഗണിക്കപ്പെട്ടത്. അതിലൊന്ന് ആയുർവേദ ഡിസ്പെൻസറിയാണ്. നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറിക്ക് സബ് സെൻറ്റർ ചിറ്റാട്ടുകര വേണമെന്ന് പറഞ്ഞു. അത് തൃശ്ശൂർ ജില്ലയിൽ 2ാമതായി അനുവദിച്ച പഞ്ചായത്താണ്. ഗ്രാമവണ്ടി എന്ന് പറയുന്നത് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഗ്രാമീണ മേഖലയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്കും കളക്ടറേറ്റിലേക്കും തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്കൊക്കെ പോകാൻ പറ്റുന്ന തരത്തിൽ 6 ട്രിപ്പ് അതിനു വേണ്ടിയുള്ള പണം നീക്കി വെച്ചുകൊണ്ട് അതും ആളുകൾക്ക് സൗകര്യപ്രദമാക്കി. സംസ്ഥാനത്ത് തന്നെ 2ാമത്തെ ഗ്രാമവണ്ടിയായിട്ടാണ് അതിവിടെ നമുക്ക് തുടങ്ങാനായത്. അതുപോലെ തന്നെ ഏറ്റവും നല്ല അമൃത് സരോവറായി ഇന്ദ്രാഞ്ചിറ എന്ന് പറയുന്ന 1.5 ഏക്കർ വരുന്ന പ്രദേശം 1.53 കോടി രൂപ ചെലവുകൊണ്ട് ഈ ഭരണസമിതി വന്നതിന് ശേഷം ചുറ്റും കെട്ടി നല്ല കണ്ണീര് വെള്ളം പോലെ നിർത്തിയേക്കാണ്. അതിൻ്റെ ഭാഗമായി ചുറ്റുപാടുള്ള എല്ലാ കിണറുകളും റീചാർജ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. മാത്രമല്ല ഇപ്പോൾ സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകളൊക്കെ ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ വേണ്ടി നീന്തൽക്കുളമായി അതിന് ഉപയോഗിക്കുകയാണ്. മാത്രമല്ല നമ്മളിപ്പോൾ പാടങ്ങളിലുള്ള നാടൻ മത്സ്യക്കുഞ്ഞുങ്ങളെ, വരാൽ കുഞ്ഞുങ്ങളെയൊക്കെ ട്രാക്ടറിങ് സമയത്ത് അത് ചത്തുപോകാതിരിക്കാൻ നേരത്തെ കൂട്ടി അത് പിടിച്ചെടുത്ത് ഇവിടെ കൂടെ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഒരു ജൈവ വൈവിധ്യ പ്രദേശമാക്കിയതിന് മാറ്റാണ്. അതുമാത്രമല്ല ഇപ്പോൾ ഈ വർഷം നമുക്ക് ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ പെടുത്തിക്കൊണ്ട് ഇപ്പോൾ 50 ലക്ഷം രൂപ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറാൻ പോവുകയാണ്. 35 ലക്ഷം രൂപ പഞ്ചായത്ത് പദ്ധതി വെച്ചിട്ടുണ്ട്. അവിടെ വരാൻ പോകുന്നത് വൃന്ദാവനം
മറ്റേ മൈസൂർ വൃന്ദാവനുള്ള പോലെ ഒരു മ്യൂസിക് ഫൗണ്ടൻ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ടൂറിസവും ജൈവവൈവിധ്യവും ജലസംരക്ഷണവും എല്ലാ കുടിവെള്ള സംവിധാനവും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം. 5 കോടി രൂപയാണ് ഈ ഭരണസമിതി വന്നതിന് ശേഷം നഗരസഞ്ചയ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നന്നായി പ്രവർത്തിച്ച് ജലസംരക്ഷണ പദ്ധതികൾ, മണച്ചാൽ ജലസംരക്ഷണം, കോലാരി തോട് കെട്ടൽ, കോരാത തോട് കെട്ടി സംരക്ഷിക്കൽ, കിളിയം തോട് കെട്ടി സംരക്ഷിക്കൽ, മണച്ചാൽ കെട്ടൽ, ഇപ്പോൾ സുന്ദരേട്ടൻ്റെ വാർഡിൽ പോലുള്ള ഒരു കുളം കെട്ടി, ഇപ്പോൾ എൻ്റെ വാർഡിലൊരു കുളം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ആലിക്കൽ കുളം. അങ്ങനെ നിരവധിയായിട്ടുള്ള ജലസംരക്ഷണ പദ്ധതികൾ. നാളുകളിൽ വെള്ളത്തിന് വേണ്ടി യുദ്ധം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് തന്നെ ഇനി ഇവിടെ ആ യുദ്ധം ഈ നാട്ടിലുണ്ടാകാൻ പാടില്ല എന്നുകൊണ്ട് മുൻകൂട്ടി കണ്ട് ജലസംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കണം. പിന്നെ മറ്റു തരത്തിലുള്ള നിരവധി പദ്ധതികൾ, ഇപ്പോൾ ഡൈപ്പർ ഡിസ്ട്രോയർ എന്ന് പറയുന്ന കേരളത്തിൽ ആദ്യമായി, അത് ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഈ മാർച്ച് 31 അത് എല്ലായിടത്തും പ്രഖ്യാപിച്ചു കഴിയും. അപ്പോൾ അത്തരത്തിൽ സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. ആ പദ്ധതികളൊക്കെ പൂർത്തീകരിച്ചതിൻ്റെ കൂടെ സംസ്ഥാന സർക്കാരിന് ഒരു എളവള്ളി മോഡൽ ഡൈപ്പർ ഡിസ്ട്രോയർ നമ്മൾ ഇവിടെ നിർമ്മിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മന്ത്രി വന്നിട്ടാണ് അത് ഉദ്ഘാടനം ചെയ്തത്. എല്ലാ രീതിയിലും അതിനെ വളരെയധികം പിന്തുണ. ഇപ്പോൾ കണ്ണൂർ വെച്ച് നടന്ന അന്താരാഷ്ട്ര പഠന കോൺഗ്രസ്സിൽ അതൊരു പ്രബന്ധമായി അവതരിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് ഹരിത കേരളം മിഷൻ്റെ ഭാഗമായിട്ട് നടന്ന പരിപാടിയിലും അതൊരു പ്രബന്ധമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ വൃത്തി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തിരുവനന്തപുരത്ത് വെച്ച് നടക്കാൻ പോവാണ്. അവിടേക്കും നമ്മൾ അതിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാലിന്യ സംസ്കരണ രംഗത്ത് നിരവധി പ്രവർത്തനം, ഞാൻ ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞാൽ നേരം പോകും. അതായത് ഇപ്പോൾ നമ്മുടെ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തായി ഈ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുമ്പോൾ എളവള്ളിയാണ് തിരഞ്ഞെടുത്തത്. ഇന്നലെയായിരുന്നു അതിൻ്റെ സമ്മാനദാനം ഉണ്ടായിരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 32 പേരിടും ഹരിതകർമ്മസേന ഏറ്റവും നല്ല രീതിയിൽ ഒരു 13,000 രൂപ തൊട്ട് 15,000 രൂപ വരെ മാസം വരുമാനം അവർക്ക് കിട്ടുകയും എല്ലായിടത്തും പോയി കളക്ട് ചെയ്യുന്നു. ഒരു നല്ല സംവിധാനം. അതിനൊപ്പം തന്നെ ഹരിതമിത്രം ഗാർബേജ് ആപ്പ് എന്ന് പറയുന്ന സംവിധാനം, ഒപ്പം തന്നെ MCF അവർക്ക് സൗകര്യങ്ങളുണ്ട്. RRF ഈ ബ്ലോക്കിൻ്റെ കീഴിലുള്ളത് നമ്മുടെ പഞ്ചായത്തിലാണ്. തുമ്പൂർമൊഴി മോഡൽ മാലിന്യ സംസ്കരണമുണ്ട്, ബോട്ടിൽ ബൂത്തുകളുണ്ട്, 2800 ബയോഡൈജസ്റ്റർ പോട്ടുകൾ നമ്മൾ വിതരണം ചെയ്തു. മാലിന്യം ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുക. അപ്പോൾ അടുക്കള മാലിന്യം വളമാക്കി മാറ്റുന്ന ആ പദ്ധതിക്ക് നമ്മൾ 2800 കൊടുത്തു. സ്കൂളുകളിൽ ഈ കളക്ടേഴ്സ് അറ്റ് സ്കൂൾ എന്ന് പറയുന്ന രീതിയിൽ വേസ്റ്റ് വെവ്വേറെ പ്ലാസ്റ്റിക്, ചെറിയ കുപ്പികൾ, വലിയ കുപ്പികൾ, കടലാസ് ഇടുന്നുള്ള അത് കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ ബൂത്തുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അയൽക്കൂട്ടങ്ങളെയും സ്ഥാപനങ്ങളെയും വിദ്യാലയങ്ങളെയും ഒക്കെ ഹരിത സ്ഥാപനങ്ങളാക്കി മാറ്റി. ഗോബർധൻ എന്ന് പറയുന്ന 58 ലക്ഷം രൂപയുടെ പദ്ധതി ഇപ്പോൾ ആരംഭിക്കാൻ പോവാണ്. എൻ്റെ എഗ്രിമെൻറ്റിലേക്ക് ആയിട്ടുണ്ട്. അത് ഇവിടുത്തെ ജൈവ മാലിന്യങ്ങൾ, ബൾക്ക് വേസ്റ്റ്, ഇപ്പോൾ ഹോട്ടലുകളിൽ, അതുപോലെ തന്നെ കാറ്ററിംഗ് സർവീസുകളിൽ, കോഴിക്കടകളിൽ ഒക്കെ വരുന്ന വേസ്റ്റിനെ എടുത്ത് വലിയ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ബയോഗ്യാസ് സമീപത്തെ 13 വീടുകളിലേക്ക് ചെറിയ റേറ്റിൽ കൊടുത്ത് ഇതിൻ്റെ സ്ലറി കുടുംബശ്രീ അംഗങ്ങളുടെ അടുക്കളത്തോട്ടങ്ങൾക്ക് സൗജന്യമായി കൊടുക്കുന്ന കേരളത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു ഗോബർധൻ എന്ന് പറയുന്ന ഒരു മെഗാ ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ സ്ഥാപിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ സ്ക്വാഡിൻ്റെ പ്രവർത്തനങ്ങൾ, കവലകളിലുള്ള ടൗൺ സ്വീപ്പിംഗ് കാര്യങ്ങൾ, പിന്നെ സമ്പൂർണ്ണ CCTV ഗ്രാമമാക്കി. നമ്മുടെ പഞ്ചായത്തിലേക്ക് പുറമു നിന്ന് വരുന്ന ഏത് വാഹനവും, ഇവിടുന്ന് പുറത്തേക്ക് വരുന്ന വാഹനവും ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ റൂമിലിരിക്കുന്ന CCTV സംവിധാനത്തിലും SHOൻ്റെ കയ്യിലും ഇപ്പോൾ കമ്മീഷനും കൂടി നമ്മൾ കൊടുക്കുകയാണ്. ഏകദേശം 11ഓളം കളവ് കേസുകൾക്ക് തുമ്പുണ്ടാക്കിയത് എളവള്ളിയിൽ സ്ഥാപിച്ച ഈ CCTV സംവിധാനം. ഈ ലോറികൾ കൊണ്ടുവരുന്ന വേസ്റ്റ് കൂടെ തട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. പുറമെ നിന്ന് ഇനി ഇങ്ങോട്ട് കടന്നു വരുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. അതുപോലെ തന്നെ CCTVയുടെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റോഡരികിലുള്ള പൊന്തക്കാടുകൾ നീക്കം ചെയ്യും. ഇപ്പോൾ കാലത്തൊക്കെ നടക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ സ്ത്രീകൾ വീട്ടിലെ അടുക്കളയിലുള്ള വേസ്റ്റൊക്കെ ഏർപ്പെടുത്തി എറിയുന്ന കാടുകൾ എടുക്കുമ്പോൾ പിന്നെ എറിയാൻ തോന്നും. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കുന്നതിന് വേണ്ടി സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിക്ക് അപേക്ഷ കൊടുത്ത് കേരളത്തിൽ ആദ്യമായി പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റോഡരികയിലെ പൊന്തക്കാടുകൾ നീക്കം ചെയ്യാനുള്ള ഉത്തരവ് നമ്മളാണ് വാങ്ങിയത്. അതുപോലെ തന്നെ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയൊക്കെ ഫോറസ്റ്റ് വാർഡന്മാരാക്കി ഉയർത്തുന്നവർ പന്നികളെ വെടിവെക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ശല്യമാണ് ഈ കാർഷിക മേൽ കാട്ടുപന്നി. അത് സർക്കാർ തീരുമാനിച്ച ഉടനെ തന്നെ നടപടി സ്വീകരിച്ച് രാത്രികളിൽ നടന്ന് 156 പന്നികളെ ഇതിനകം വെടിവെച്ച് കർഷകർക്ക് കൃഷി ചെയ്യാൻ സൗകര്യപ്രദമാക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെൽകർഷകർക്ക് വിത്ത് സൗജന്യമായി 44 രൂപ വരുന്ന വിത്ത്
100% സൗജന്യമായി കൊടുക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്താണ് എളവള്ളി പഞ്ചായത്ത്. ഇപ്പോൾ മോട്ടോറുകൾ, അത്യാധുനികമായ മോട്ടോറുകൾ, ഇപ്പോൾ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഓഫീസിലിരുന്ന് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും ആ സ്ഥലത്തിരുന്ന് കൊണ്ട് മൊബൈലിലൂടെ മോട്ടോറുകൾ ഓണാക്കാനും ഓഫ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള മോട്ടോറുകൾ പാടശേഖരങ്ങൾക്ക്. അപ്പോൾ രാത്രി മോട്ടോർ സപ്ലൈ നിന്നാൽ നടത്താൻ വേണ്ടി വീണ്ടും കാട്ടിലൂടെയും പാടത്തിലൂടെയും ഒന്നും പോകേണ്ട കാര്യമില്ല, വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വെള്ളം നമുക്ക് കൃത്യമായി കൊടുക്കാൻ പറ്റും. കുമ്മായം സബ്സിഡി, അതുപോലെ തന്നെ ഒഴിവുകൂലിക്ക് സബ്സിഡി, അതെല്ലാം കൃത്യമായി കൊടുക്കുക. സർക്കാർ ഏതെങ്കിലും തരത്തിൽ കർഷകർക്ക് കുറവ് സബ്സിഡിയാണ് വന്നതെങ്കിൽ അതിൻ്റെ ഒരു മാച്ചിങ് ഗ്രാൻഡ് പഞ്ചായത്ത് വെച്ചുകൊണ്ടാണ് കാർഷിക മേഖലയെ മാറ്റിയെടുക്കുന്നത്. നല്ല വിളവാണ് അതിൻ്റെ ഭാഗമായി എളവള്ളിയിലെ പാടശേഖരങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേര ഗ്രാമം പദ്ധതി നടപ്പിലാക്കി. അടുത്ത വർഷം ക്ഷീരഗ്രാമം പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കേര കൃഷിക്ക് ആവശ്യമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാർഷിക മേഖലയിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലും പിന്നെ കുടിവെള്ള സംരക്ഷണത്തിൻ്റെ കാര്യത്തിലും ജലസംരക്ഷണത്തിൻ്റെ കാര്യത്തിലും മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലും യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ഒക്കെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയാണ് പ്രവർത്തനം. സത്യത്തിൽ ഈ എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് രാജ് വിഭാവനം ചെയ്യുന്ന രീതിയിൽ ഒരു ഭരണസമിതിയാണ് ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് ആക്ടിലില്ല. നിയമസഭയിൽ പ്രതിപക്ഷമുണ്ട്, രാജ്യസഭയിലുണ്ട്, ലോക്സഭയിലുണ്ട്. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പഞ്ചായത്ത് ഭരണസമിതി എന്നാണ് പറയാം. ആ ഭരണസമിതിയിൽ വരുന്ന അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളാണ്. വന്നു കഴിഞ്ഞ് ഭരണസമിതി ആയിക്കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞ 4.5 വർഷക്കാലമായിട്ട് എല്ലാവരും സഹകരിച്ച് പോന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ചർച്ച വരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് അത് ഒരു ഒറ്റക്കെട്ടായി പോകുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമൊക്കെ ഉണ്ടാകുമ്പോൾ ചില എതിർപ്പുകളൊക്കെ ഉന്നയിച്ചു എന്ന് വരാം. പക്ഷെ എന്നിരുന്നാലും ഞാൻ വളരെ സന്തോഷവാനാണ്. ഡിസെൻഡിങ് നോട്ട് ഇല്ലാത്ത ഒരു 5 വർഷത്തെ ഭരണസമിതി എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡിസെൻഡിങ് നോട്ട് എഴുതിയിട്ടുള്ളത് കോവിഡിൻ്റെ സമയത്ത് വാക്സിൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മൊത്തം സ്റ്റേറ്റിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതിനുമായി ബന്ധപ്പെട്ട ബാക്കി എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഏത് വാർഡ് എന്നുള്ളതല്ല, ഏത് പാർട്ടി എന്നുള്ളതല്ല, ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണോ അത് അടുത്ത പ്രാവശ്യം ഭരണസമിതി നടപ്പിലാക്കിയിട്ടാണ് ഗ്രാമസഭയിലേക്ക് പോവുക എന്ന രീതിയിൽ തീരുമാനിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഓരോ ശ്വാസത്തിലും ഈ നാടിൻ്റെ വികസനം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ജൈവ വൈവിധ്യ രംഗത്ത് ഏറ്റവും മെച്ചപ്പെട്ട കൊളവെട്ടി മരങ്ങൾ, തീവ്ര വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊളവെട്ടി മരങ്ങൾ ഇന്ന് ലോകത്ത് 200 തൈകളാണുള്ളത്. അതിൽ 21 തൈ വെച്ച് പിടിപ്പിച്ച് ഈ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ക്രിമിറ്റോറിയത്തിനോട് ചേർന്ന് അത് നശിച്ചു പോകുന്നതിനെ വെച്ച് പിടിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സംവിധാനമാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പല സമയത്തും ആളുകൾ വന്ന് കാണാറുണ്ട്. ഇവിടെ ഒരു ജൈവ വൈവിധ്യ പാർക്ക് നമുക്ക് സ്ഥാപിക്കാനായിട്ടുണ്ട്. കാക്കശ്ശേരി സ്കൂളിനെ ഒരു വലിയ എന്താ പറയുക, കുട്ടികൾക്ക് ഏറ്റവും സൗഹാർദ്ദപരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി ഫണ്ടുകൾ വെച്ചിട്ടുണ്ട് ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ്. അതിൻ്റെ ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് 42 കുട്ടിയായിരുന്നു 2000 ആ സ്കൂളിൽ ഉണ്ടായിരുന്നത്. ഇന്ന് 108 കുട്ടികളാണ്. അപ്പോൾ 42-ൽ നിന്നും 108-ലേക്ക് ഒരു സർക്കാർ LP സ്കൂളിനെ മാറ്റിയെടുക്കുന്നതിൽ പ്രഭാത ഭക്ഷണം ആദ്യമായി കേരളത്തിൽ കൊടുത്തത് ഈ പഞ്ചായത്തിലാണ്. എൻ്റെ തൊട്ടുമുമ്പ് ഭരണസമിതിയെ കൊടുത്തത്. ഞാൻ ഈ 4 വർഷക്കാലം ഞങ്ങളുടെ ഈ ഭരണസമിതി അത് തുടർന്നു കൊണ്ടുപോകുന്ന സംവിധാനത്തേക്ക് മാറി. കുട്ടികൾക്ക് സമഗ്ര വിദ്യാഭ്യാസ പരിപാടി, അതുപോലെ തന്നെ പഠന വൈകല്യമുള്ള കുട്ടികളെ കണ്ടെത്തി പ്രത്യേകമായ കോച്ചിങ് കൊടുത്ത് അവർക്ക് അതിൽ നിന്ന് കുഞ്ഞുനാളുകളിൽ തന്നെ അതിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള അക്ഷരങ്ങൾ പറയുന്നത്, ഉച്ചരിക്കുന്നതിൽ, എഴുതുന്നതിലൊക്കെ ചില മിസ്റ്റേക്കുകൾ കാണിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് പ്രത്യേക കൂടെ കൂട്ടാമെന്ന പദ്ധതി തൃശ്ശൂർ ജില്ലയിലെ കളക്ടർ പ്രത്യേക അനുമതി വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ നടപ്പിലാക്കി. അടുത്ത വർഷം മറ്റുള്ള പഞ്ചായത്തുകളിലേക്ക് പോകും. സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചത് എളവള്ളി പഞ്ചായത്ത്. അത് പിന്നീട് തൃശ്ശൂർ ജില്ലയിൽ, കേരളത്തിൽ ആദ്യമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചു. പഠനത്തോടൊപ്പം കുട്ടികൾക്ക് പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികളെ പ്രാപ്തമാക്കുന്ന രീതിയിൽ അവരെ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ കാടിനെ കാണിച്ചു, കുന്നിനെ കാണിച്ചു, കടലിനെ കാണിച്ചു, കടലാമയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു, മറ്റേ നീർച്ചാലുകളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ഓഫീസുകളെ പരിചയപ്പെടുത്തി കൊടുത്തു, നെൽച്ചെടി നടുന്നത് എങ്ങനെ, കൊയ്യുന്നത് എങ്ങനെയെന്നൊക്കെ മനസ്സിലാക്കുന്നു. അതിനെക്കുറിച്ച് അവർക്കുള്ള മിയാക്കി വനങ്ങളെക്കുറിച്ചിട്ടൊക്കെ പഠിപ്പിക്കുകയാണ്. പോസ്റ്റ് ഓഫീസ് കാണിക്കുന്നു, പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു, കൃഷിഭവൻ കാണിക്കുന്നു, വില്ലേജ് ഓഫീസ് കാണിക്കുന്നു. അങ്ങനെ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും എവിടെ കൊണ്ടുപോയി ആക്കിയാലും അവിടുന്ന് തിരിച്ചു വരാൻ ശേഷിയുള്ളവനാക്കി വളർത്തുന്ന ഒരു നമ്മുടെ സ്കൂളൊക്കെ പലരും വന്ന് കണ്ടിട്ട് അത്ഭുതത്തോടു കൂടി കാണുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിരവധി റോഡുകളിലെ കാര്യത്തിലാണ് ഇപ്പോൾ ഇവർക്ക് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാവുക.
കാരണം 72 റോഡുകളാണ് ഈ വർഷം പൂർത്തീകരിക്കും ഈ ഭരണസമിതി. 32 തൊഴിലുറപ്പ് പദ്ധതിയിൽ പൂർത്തീകരിച്ചു. മൊത്തം 72 അല്ല, തൊഴിലുറപ്പ് പദ്ധതിയിൽ 72, 10 ടെൻഡർ ചെയ്തിട്ടുണ്ട്, 42. ഇനി 30 കൂടി മെയ് മാസത്തോടു കൂടി പൂർത്തീകരിക്കാനുള്ള നിലപാടിലാണ് നമ്മൾ പോകുന്നത്. കുട്ടികൾക്ക് വേണ്ടി ഒരു ടർഫ് കോർട്ട് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഓഫീസുകളും വളരെ സൗന്ദര്യവൽക്കരിക്കുകയും എല്ലാ സൗകര്യങ്ങളും, ആധുനികമായ സൗകര്യങ്ങളും എല്ലാം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ഈ കാലാവധി പൂർത്തീകരിക്കുന്നത്. എന്തായാലും 4 വർഷക്കാലം തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തായി, ഒരു വർഷം സംസ്ഥാനത്ത് 2ാമത്തെ സ്ഥാനവും സ്വരാജ് ട്രോഫിയും, പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായി 3 വർഷം ജില്ലയിലെ 1ാം സ്ഥാനം കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും കിട്ടിയ ഒരു വികസന കാഴ്ചപ്പാടിന് കിട്ടിയ ഒരു അവാർഡല്ല. ഇവിടെ കിട്ടിയ അവാർഡ് സുസ്ഥിരമായി നിലനിർത്തി പോകാൻ പറ്റുന്ന രീതിയിലേക്ക്, ഇനിയുള്ളവർക്കും തുടർന്നും അത് ഉപയോഗിക്കപ്പെടാൻ പറ്റുന്ന രീതിയിലേക്ക് ആണ് നമ്മൾ. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ചർച്ചയ്ക്കകത്ത് ചിലപ്പോൾ ഒറ്റപ്പെട്ട എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരാം, പക്ഷേ എനിക്ക് ഒറ്റ കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേട്ടത്തിൻ്റെ പിന്നിൽ പഞ്ചായത്ത് പ്രസിഡന്റും പ്രസിഡന്റിനൊപ്പം നിൽക്കുന്ന മുഴുവൻ ജനപ്രതിനിധികളാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം നിൽക്കുന്ന സെക്രട്ടറിയാണ്. സെക്രട്ടറി സംസ്ഥാനത്തെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ സെക്രട്ടറിയാണ്. ആ സെക്രട്ടറിയും അതിന് കീഴിലുള്ള നിർവഹണ ഉദ്യോഗസ്ഥന്മാരും മറ്റു ജീവനക്കാരും ഒറ്റക്കെട്ടായി ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് 5 മണിക്ക് വീട്ടിൽ പോകുന്നുള്ളതല്ല, 8 മണിയായാലും 9 മണിയായാലും ആ പറഞ്ഞ അന്നത്തെ ഡ്യൂട്ടി തീർത്ത് വീട്ടിൽ പോകുന്ന ഒരു സംസ്കാരമാണ് എൻ്റെ ജീവനക്കാർ ഉള്ളത്. ഞാനും ഇവിടുന്ന് 8, 9 ഒക്കെ ആയിട്ടാണ് പോവാറ്. തീർച്ചയായും ആ ഒരു വലിയ നേട്ടം ജനങ്ങൾക്ക് ആസ്വദിക്കാനായിട്ടുണ്ട്. ജനങ്ങൾ ഗ്രാമസഭകളൊക്കെ ചെല്ലുമ്പോൾ ആ സന്തോഷം നമ്മൾ പങ്കുവയ്ക്കാറുണ്ട്. മെമ്പർമാരുടെ എല്ലാവരുടെയും ഗ്രാമസഭയിൽ ഞാൻ പങ്കെടുക്കും. സത്യത്തിൽ ഇവർക്കൊന്നും അവിടെ നിന്നൊരു വിമർശനം ഉണ്ടാകാറില്ല. അതുപോലെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്തു. തെരുവുകളൊക്കെയുള്ള കാര്യത്തിൽ എളവള്ളി ഒരു മോഡലാണ്. ഇവിടെ ബൾബ് കത്തുന്നില്ല എന്ന വിവരം ഏതെങ്കിലും ഒരു അംഗം മെമ്പർമാരെ അറിയിച്ചാൽ മെമ്പർമാരും പ്രസിഡന്റും ഇത് നന്നാക്കുന്ന ആളും തമ്മിലുള്ള ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ 3 ദിവസത്തിനുള്ളിൽ ആ ബൾബ് കത്തിക്കാനുള്ള സൗകര്യം ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇവിടെ വാങ്ങിച്ചു വയ്ക്കും. അത് ബൾബായാലും വയറിംഗ് ആയാലും മറ്റുള്ള എന്ത് ഷെയ്ഡായാലും സെൻസറായാലും ഒക്കെ കണക്ടറായാലും ഒക്കെ ഇവിടെ വാങ്ങിച്ചു വയ്ക്കും. ആൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു, കൃത്യമായി അത് മോണിറ്റർ ചെയ്തു പോകുന്നു. അപ്പോൾ ഈ മണ്ഡലകാലത്തൊക്കെ സ്വാമിമാരൊക്കെ പോകുമ്പോൾ എന്നോട് പല ആൾക്കാരും വിളിച്ചു പറയുന്നുണ്ട്, ഇത്രമാത്രം ബൾബ് കത്തുന്നത് കണ്ടത് നിങ്ങൾ ഈ സമയത്താണെന്ന് പറയുന്നത്. അപ്പോൾ പല സമയത്തും പല ആളുകൾ പോകുമ്പോൾ അങ്ങനെ പറയാറുണ്ട്. എളവള്ളി പഞ്ചായത്തിൽ കടന്നു വരുമ്പോൾ, വൈകുന്നേരങ്ങളിൽ കടന്നു വരുമ്പോൾ അത് പ്രകാശമയമാകുന്ന ഒരു അന്തരീക്ഷം തെരുവുകളൊക്കെയുള്ള കാര്യത്തിൽ നമ്മൾ സൃഷ്ടിക്കാനായിട്ട്. ഇവിടെ ആ കൂടിയുള്ളൊരു പ്രശ്നം, ജലനിധി 4000 പേർക്ക് കുടിവെള്ളം കൊടുക്കുന്ന ജലനിധിയുണ്ട്. ഈ ജലനിധിയുടെ സോഴ്സ് കനോലി കനാലിനോട് ചേർന്നിട്ടുള്ള KLDC കനാലിലായതുകൊണ്ട് പലപ്പോഴും അവിടെ ഉപ്പുവെള്ളം കടക്കൽ പതിവാണ്. ആ ഉപ്പുവെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പുവെള്ളം വിതരണം ചെയ്യേണ്ട ഗതികേടാണ്. നമ്മൾ അടച്ചിട്ടാൽ ആളുകൾ പറയും അടച്ചിടാൻ പാടില്ല, ഉപ്പ് ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറയും. അപ്പോൾ നമ്മൾ സൗജന്യമായി ആ ഉപ്പുവെള്ളം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത മഴ പെയ്താലാണ് നമുക്ക് ഉപ്പിൻ്റെ അംശം പോയി നല്ല വെള്ളമാവുക. അതിന് വേണ്ടിയിട്ടുള്ള ഓൾട്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തിരുവിലാമലയിൽ നിന്ന് 45 കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ചിട്ട് ടെൻഡർ പൂർത്തീകരിച്ചിട്ടുണ്ട്. ബൾക്ക് വാട്ടർ കൊണ്ടുവന്ന് ഒരു ടാങ്കിൽ അടിച്ച് തന്നാൽ ഇത്തരം ഉപ്പുവെള്ളം എന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റും. ഒരു 64 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ട് ഒരു വലിയ ആർട്ടിഫിഷ്യൽ ലേക്ക് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് അവസാന ഘട്ടത്തിലാണ്. അത് വന്നാലും നമുക്ക് ആ വെള്ളത്തെ ഉപയോഗിച്ചു, അത് മഴവെള്ളമാണ്, ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്, അതിൽ ഉപ്പുണ്ടാവില്ല, അതും നമുക്ക് ഓൾട്ടർനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ MLA വളരെ സഹായകരമായിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇടിയഞ്ചിറ കെട്ടി സംരക്ഷിച്ച് അവിടെ റെഗുലേറ്റർ ഉണ്ടാക്കുന്നുണ്ട്. അത് വന്നാലും ഒരു പരിധിവരെ നമുക്ക് ഉപ്പുവെള്ളത്തെ നിയന്ത്രിക്കാൻ പറ്റും. ഇതിനേക്കാൾ അപ്പുറത്ത് ഒരു 35 ലക്ഷം രൂപ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒരു പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞു ജലനിധിയിൽ. ഈ 20 ലിറ്ററിൻ്റെ ജാർ വെള്ളം ഉണ്ടല്ലോ, അത് വീടുകളിൽ 30-35 രൂപയ്ക്ക് എത്തിക്കാൻ പോവാണ്. ഇന്ന് ഉണ്ടാക്കുന്നിടത്ത് നമുക്ക് 30-35 രൂപയ്ക്ക് കിട്ടില്ല, വീടുകളിൽ എത്തുമ്പോൾ 60-70 രൂപ വരും. അത് 30-35 രൂപയ്ക്ക് അതിൻ്റെ ഉദ്ഘാടനം മിനിസ്റ്റർ റോഷി അഗസ്റ്റിൻ്റെ ഡേറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിൻ്റെ ട്രയലൊക്കെ അടിച്ചു, അതിൻ്റെ വെള്ളം ടെസ്റ്റ് ചെയ്തു. ഉപ്പുവെള്ളത്തെ പോലും ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന സംവിധാനം. അപ്പോൾ ഉപ്പ് വന്നാലും അത്യാവശ്യം കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും കുറഞ്ഞ നിരക്കിൽ വെള്ളം വീടുകളിൽ എത്തിക്കുന്ന ഒരു പദ്ധതി അത് കൂടി നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു, ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. എന്തായാലും നമുക്ക് മറ്റ് പ്രതിനിധികളിലേക്ക് കൂടി എത്തണം. കാരണം പ്രസിഡന്റിൻ്റെ വാക്കുകൾ ആദ്യം തന്നെ കടമെടുക്കുമ്പോൾ മറ്റ് മെമ്പർമാർക്കൊന്നും അവസരമില്ലാത്ത രീതിയിലാണ്. കാരണം വിമർശനം അടക്കം 1-2 കാര്യങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് പ്രസിഡന്റ് തന്നെ പറയുകയാണ്. എന്തായാലും എങ്ങനെയാണ് ഭരണസമിതി അംഗം എന്നുള്ള നിലയിൽ എങ്ങനെ സൗമ്യ മെമ്പറെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെയാണോ നിങ്ങൾക്കൊന്നും ഒരു വിയോജനക്കുറിപ്പ് എഴുതാൻ പറ്റാത്ത രീതിയിലുള്ള വികസന നേട്ടങ്ങൾ മാത്രമാണോ പഞ്ചായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് ഈ പഞ്ചായത്തിൽ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊരിക്കലും ഇല്ല നമ്മൾ പറയില്ല. തുടർച്ചയായിട്ട് 4 വട്ടം നമുക്ക് ഇവിടെ
നല്ല പഞ്ചായത്ത് എന്നുള്ള സ്വരാജ് ട്രോഫി നമ്മൾ നേടിയിട്ടുണ്ട്. പ്രസിഡന്റിന്റെ വാക്കുകൾക്ക് അടിവരയിടുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ സന്തോഷവും അഭിമാനമുണ്ട്. പക്ഷെ എങ്കിലും വലിയ കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ടോ എന്നൊരു ഡ്രോബാക്ക് പറയാനുണ്ട്. അതിലൊന്നാമത്തെ കാര്യം പ്രസിഡന്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, ജലനിധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് വർഷങ്ങളേറെയായി ജലനിധി എന്ന പദ്ധതി എളവള്ളി പഞ്ചായത്തിൽ വന്നിട്ടും നാളിതുവരെയായിട്ട് നമുക്ക് വേനൽക്കാലത്ത് ശുദ്ധജലം കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ ഇത്രയും എല്ലായിടത്തും എവിടെ പോയാലും എളവള്ളി പഞ്ചായത്തിൽ നിന്ന് ഒരു പേര് കിട്ടുന്ന ഒരു അവസരത്തിൽ കൂടി നമുക്കൊരു ഡ്രോബാക്കായിട്ട് അതെപ്പോഴും നമ്മളെ പിന്നാലെ നടക്കുകയാണ്. അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. ഇപ്പം നമ്മൾ അതിൻ്റെ ഓൺ ദ വേയിലാണ്, പക്ഷേ എങ്കിലും നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതൊരു ഡ്രോബാക്കാണ്. പിന്നെ ഇതിൽ പറയാനായിട്ടുള്ളത്, ഇപ്പോൾ ഹെലിപ്പാഡ് നിർമ്മാണം നമ്മളിപ്പോൾ ശരിയാക്കാൻ പോകുന്നുണ്ട്. അതിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എളവള്ളി പഞ്ചായത്തിനായിട്ടുള്ളൊരു ആംബുലൻസ് സൗകര്യം നമ്മുടെ ഈ പഞ്ചായത്തിനില്ല. ഇവിടെ എന്ത് കാര്യങ്ങൾക്കായാലും, ഒരു ചികിത്സയ്ക്കായാലും മരണാന്തര കാര്യങ്ങൾക്കായാലും എന്തിനായാലും നമ്മൾ തൊട്ടപ്പുറത്തിൽ അന്നകര ആംബുലൻസ് ഒക്കെയാണ് സർവീസാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അത് കാരണം നമ്മൾ എല്ലാ രീതിയിൽ വികസന കുതിപ്പിൽ പോകുമ്പോഴും അങ്ങനത്തെ ഒരു ഇത് നമ്മുടെ പഞ്ചായത്തിനില്ല. സ്വന്തമായിട്ടൊരു ആംബുലൻസ് ഒരു ആവശ്യങ്ങൾക്ക് പെട്ടെന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന നമ്മുടെ പഞ്ചായത്തിൻ്റേതായിട്ടുള്ള ഒരു ആംബുലൻസ് സൗകര്യം നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെയാണ് വേറൊരു കാര്യം എന്ന് പറയാനുള്ളത്, വർഷക്കാലമായാൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. എൻ്റെ ഭാഗത്ത് ഒരു വഞ്ചിക്കടവ് എന്നുള്ള റോട്ടിൽ സ്ഥിരമായിട്ട് വെള്ളക്കെട്ട് ഉണ്ടാവുന്നതാണ്. അതിലൊരു പരിധി വരെ ആ കോഴിത്തോട് വൃത്തിയാക്കാത്തതാണ് ഒരു പരിധി വരെ ഉള്ള ഇത്. പിന്നെ ആ ഭാഗം താഴ്ന്ന പ്രദേശമാണ്. പക്ഷെ എങ്കിലും കൂടിയിട്ട് നമുക്ക് അതൊന്ന് വൃത്തിയാക്കി അവിടുത്തെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കാണാൻ നമുക്കിതുവരെ പറ്റിയിട്ടില്ല. ആ ഭാഗത്തെ ജനങ്ങൾക്കായാലും എനിക്കായാലും അതിലൊരു വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ എല്ലാ ഭാഗത്തും വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ചെറിയൊരു നിസ്സാര കാര്യങ്ങൾ മതി. അതേപോലത്തെ ഒരു നിസ്സാര കാര്യമാണത്. പക്ഷേ ഒരു വെള്ളം വന്നു കഴിഞ്ഞാൽ, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ, അവിടെ വെച്ചെങ്കിൽ ഒരു 19 വീടുകളുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരു കോഴിത്തോട് ആ മണ്ണെടുത്ത് മാറ്റുക, വീണ മരങ്ങളെടുത്ത് മാറ്റിയാൽ തന്നെ ഒരു പരിധി വരെ വെള്ളം അവിടെ നിൽക്കും. ആ ഒരു തോട് കാരണം കടവലൂർ ഇപ്പുറത്ത് അമ്പലത്തിൻ്റെ പിറകുവശത്തായാലും വഞ്ചിക്കടവായാലും ചിറ്റാട്ടയ്ക്കായാലും അതൊക്കെ ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രദേശമാണത്. അത് അവിടേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു ഡ്രോബാക്കാണ്. പഞ്ചായത്തിൻ്റെ ഒരു വീഴ്ചയായിട്ട് ഞാൻ കാണുന്നു. പിന്നെ വരുന്ന സംഭവം, ഞങ്ങളുടെ അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ പാസ്സായതായിരുന്നു മുമ്പ്, ഇപ്പോഴൊന്നല്ല, വർഷങ്ങൾക്ക് മുമ്പേ പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി ഒരു ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഹെലിപ്പാഡിനേക്കാളും ജനങ്ങൾക്ക് ഉപകാരം, ഗുരുവായൂർ ടു ഇവിടേക്ക് വരാനും പോവാനും തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്തേക്കൊക്കെ പോകാനും നല്ലൊരു സൗകര്യമുള്ളൊരു സംഭവമായിരുന്നു. അത് നമുക്ക് നടത്തിക്കാനായിട്ട് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. പിന്നെ നമ്മൾ പൊതുവേ തെരുവിളക്കുകളൊക്കെ ഇപ്പോഴാണ് ആക്റ്റീവായത്. ഞങ്ങളുടെ കാലഘട്ടത്താണ്. പ്രസിഡന്റ് പറഞ്ഞത് സത്യമാണ്. നമ്മുടെ അവിടെ എവിടെയെങ്കിലും ഒരു തെരുവിളക്ക് കെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ വിളിച്ചു അതപ്പം തന്നെ പറഞ്ഞാൽ അപ്പോഴേക്കപ്പം മാറ്റി തരുന്നുണ്ട്. അത് ഈ സ്ട്രീറ്റ് മെയിൻ ഉള്ള സ്ഥലങ്ങളിലാണ്. പക്ഷേ ഇത്രയും കാലങ്ങളായിട്ട് ഇവിടെ CPM ആണ് ഭരിക്കുന്നത്. ഇത്രയും കാലങ്ങളായിട്ട് സ്ട്രീറ്റ് മെയിൻ ഇല്ലാത്ത സ്ഥലങ്ങൾ ഇഷ്ടപ്രകാരമുണ്ട്. ഉൾഭാഗങ്ങളിൽ പല തെരുവുകളിലും സ്ട്രീറ്റ് മെയിൻ ഇപ്പോഴും ഇല്ല. എൻ്റെ ഭാഗത്ത് തന്നെ ഇപ്പോൾ ദേശാഭിമാനി റോഡ്, പുറത്തുമന, അങ്ങനെ കുറേ സ്ഥലത്തില്ല. ഇപ്പോഴാണ് ഞങ്ങളാണ് പിന്നെയും പ്രസിഡൻ്റാണ് കുറേ സ്ഥലത്ത് ഇപ്പോൾ സ്ട്രീറ്റ് മെയിൻ വലിച്ചിട്ടുള്ളത്. പക്ഷേ എങ്കിലും വലിക്കാത്ത സ്ഥലങ്ങൾ ഇഷ്ടപ്രകാരമുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞു റോഡുകൾ, അതൊരു വിഷമം തന്നെയാണ്. റോഡുകൾ, ഉൾഭാഗത്ത് റോഡുകൾ ഇനിയുണ്ട്. അതായത് 4 റോഡുകളോളം ഞാൻ കയറിയപ്പോൾ ഓൾറെഡി ആസ്തിയിലുള്ളത് 4 റോഡുകൾ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ എനിക്ക് ഒരു റോഡേ കിട്ടിയിട്ടുള്ളൂ ശരിക്കും. അതായത് കോൺക്രീറ്റ് റോഡാക്കിയിട്ട് ഇപ്പോൾ 2 നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ടെൻഡറായി കഴിഞ്ഞാലാണ് അതിൻ്റെ കാര്യത്തിലേക്ക് അറിയുക. പക്ഷെ ആ ഒരു കാര്യത്തിലും ഒരു പറയാൻ 100% ബാക്കിയൊക്കെ എല്ലാതും വേറെ ഒന്നും പറയാനില്ല. പക്ഷെ നമ്മൾ വലിയ കാഴ്ചപ്പാടുകളിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ ഒരു ഡ്രോബാക്ക് ഉണ്ട് എന്നത് സൂചിപ്പിക്കണമെന്ന് മാത്രം. സുരേഷ് മെമ്പർ എങ്ങനെയാണ് നിലവിൽ? നമ്മൾ വികസനത്തിന് നമ്മൾ ഒരിക്കലും എതിരല്ല. പക്ഷെ നമ്മുടെ ഓരോ വാർഡ് നോക്കിയാലും അവിടെ ഇഷ്ടപ്രകാരം വീഴ്ചകളുണ്ട്. നമ്മൾ ഗ്രാമസഭയിൽ നമുക്ക് എഴുതി തരുന്ന റോഡുകൾ ഇൻ്റെ വാർഡിലായാലും മറ്റുള്ള വാർഡുകളിലായാലും നമ്മുടെ വാർഡ് മെമ്പർമാരുടെ ഇതിലൊക്കെ ഇഷ്ടപ്രകാരം റോഡുകൾ ഇന്നിപ്പോൾ ഗതാഗതം പോകാത്ത റോഡുകളുണ്ട്. നമ്മൾ ഇത്രയും അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരു പഞ്ചായത്തിൽ ചില ആളുകൾ വന്നിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനത്തെ റോഡിനാണ് നിങ്ങൾക്ക് അവാർഡ് കിട്ടിയത്, അല്ലെങ്കിൽ നല്ലൊരു കുടിവെള്ളം കിട്ടാത്തതിനാണ് നിങ്ങൾക്ക് അവാർഡ് കിട്ടിയത്, പല പരാതികളുമുണ്ട്. എന്നുവെച്ചാൽ ജനങ്ങളെ നമ്മൾ ഒരു വാർഡ് മെമ്പറാണ്.
അവരും കഷ്ടങ്ങളൊക്കെ പറയും നമ്മളോടാണ്. പ്രസിഡന്റിനെ പറ്റിയിട്ട് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. പ്രസിഡന്റ് നല്ല ഫോട്ടോയിലും അതേമാതിരി എല്ലാ മീഡിയയിലും നല്ല വികസന നായകൻ എന്നുള്ള ഒരു ഞങ്ങൾക്കും അത് പരാതിയൊന്നുമില്ല വെച്ചാൽ പലത്. പക്ഷേ അത് എന്നാൽ പോലും വാർഡുകൾക്ക് ശരിക്കും ഒരു വികസനം എത്തിയിട്ടില്ല നമ്മുടെ കാഴ്ചപ്പാടിൽ. കാരണം വെച്ചാൽ റോഡുകൾ, ഇഷ്ടപ്പെടാൻ റോഡുകൾ നമ്മുടെ ഈ പേപ്പറിൽ വികസനം നടത്തിയിട്ട് കാര്യമില്ല. നമ്മൾ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭരണസമിതിനെ തീർത്ത് കാട്ടിയാൽ അതിന് നമ്മളെ ഭരണസമിതി ഇനി അടുത്ത ഭരണസമിതി വന്നിട്ട് ചെയ്തിട്ട് കാര്യമില്ല. റോഡുകളുണ്ട്, ഇഷ്ടപ്പെടാൻ റോഡുകളുണ്ട്. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. നമുക്കറിയാം ഈ റോഡിൻ്റെ പ്രശ്നങ്ങൾ. പാവർട്ടിയിൽ നിന്ന് വണ്ടി വിളിച്ചു കഴിഞ്ഞപ്പോൾ കാക്കശ്ശേരിക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. പല ആൾക്കാരും ഓട്ടോറിക്ഷക്കാരിൽ നിന്ന് പൈസ കൂട്ടി വഴിയും, ചിലർ വരില്ല, ചിലർ പിന്നെ 6 അടി വഴിയുണ്ട്. 10-30 വീടുകൾ വീട്ടിൽ നിന്ന് അവർക്ക് 6 അടിയുള്ളൂ അവിടുന്ന് വരാനുള്ള വഴി. അവിടെ നമുക്ക് കുറച്ച്, ഞാൻ പറയുന്നത് ടാർ ഇടാനോ അല്ലെ കോൺക്രീറ്റ് ചെയ്യാനോ പറയില്ല, കുറച്ച് മണ്ണെങ്കിലും ഇട്ടിട്ട് ആ റോഡൊന്ന് നടക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് എനിക്കൊരു അപേക്ഷയുള്ളത്. ഗ്രാമീണ വഴികൾ അതേമാതിരി ഇന്ദിരാഞ്ചിറയിൽ ഒരു റഷീദ് റോഡുണ്ട്. ഇതിന് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ വെച്ചിട്ടുണ്ട് പറയുന്നുണ്ട്. ഞാൻ ടെൻഡർ കഴിഞ്ഞ് വരുമ്പോഴേക്കൊക്കെ നമ്മുടെ ഇനി മഴക്കാലമാണ് വരുന്നത്. ആ റോട്ടിൽ കൂടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നൊരു സംഭവമാണ്. അതൊന്നും ചെയ്തിട്ടില്ല. പറഞ്ഞു മനസ്സിലായി. അതൊക്കെ ഒരു വീഴ്ച തന്നെയാണ്. പിന്നെ ആൾക്കാർ പറയണ കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു നമ്മൾ ഇന്ദിരാഞ്ചിറയിൽ 1 കോടി ഉറുപ്പിക ചിലവാക്കി അവിടെ ഇതൊക്കെ ചെയ്തു. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സാധാരണ ജനങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ ആ പരിസരത്തുള്ളവർക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടണുള്ളൂ. പക്ഷേ വാർഡുകൾക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടണില്ല. ഇപ്പം ഞങ്ങൾ വികസനത്തിന് ഇവിടെ പ്രസിഡന്റ് കയറിയ അവസരത്തിൽ വീടില്ലാത്തവർക്ക് വീട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് 220 സെൻറ്റ് സ്ഥലം, 1 ഏക്കർ സ്ഥലത്തിനപ്പുറം പ്രസിഡന്റ് മേടിച്ചു. ഞങ്ങളെല്ലാ ഭരണസമിതി ഒരു അഴിമതി ആരോപണം ഒന്നുമില്ലാണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. എന്ന് വെച്ചാൽ 100-150 ആൾക്ക് വീട് കിട്ടുന്നു. പക്ഷെ അവിടെ ഇന്ന് വരെ ഒരു വീട് പണിയാനോ അവിടെ ഒരു കാര്യം പ്രവർത്തനം ചെയ്യാൻ പറ്റിയിട്ടില്ല. അതും കടലാസിലാണ്. ലൈഫ് മിഷൻ മിഷനുണ്ട്. ലൈഫ് മിഷന്റെ പ്രവർത്തനം എവിടെ വരെയാണ്? ലൈഫ് മിഷനിൽ കുറെ ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടിയിട്ട് അവർ ഒറ്റയ്ക്ക് വീടൊക്കെ പണി. എത്ര വീട് കൊടുത്തു? അത് ലൈഫ് മിഷന്റെ നമ്മൾ വീടില്ല, സ്ഥലമില്ലാത്ത വീട് പണി, വീട് ഒരു കേസാണ് ഇത്. പക്ഷെ അവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഒരു പണിയാണ്. അപ്പോൾ നമ്മൾ സന്തോഷിച്ചു ഇതിപ്പോൾ നടക്കുന്നുള്ളതിൽ. പക്ഷെ അവിടെ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല. അതേമാതിരിയാണ് ഇപ്പോൾ ഈ ജലനിധിയുടെ കേസ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാർഡ് മെമ്പറായ സ്ഥിതിക്ക് എല്ലാവരും വിളിച്ചിട്ട് എന്താ ഉപ്പാണ്, ഞങ്ങൾ 15,000 ഉറുപ്പിക കൊടുത്ത് കണക്ഷൻ മേടിച്ച ആൾക്കാരുണ്ട്, പല ഇതിലുണ്ട്. പക്ഷെ വെള്ളമില്ല. ഇപ്പോൾ അതിന് ഇതുവരെ നമ്മൾ 4 കൊല്ലമായിട്ട് ഭരണസമിതി അല്ല, അതൊക്കെ പ്രസിഡന്റ് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുടിവെള്ളം എന്താണെന്നുള്ള ഞങ്ങളെല്ലാവരും സപ്പോർട്ടാണ് പ്രസിഡന്റ്. ഞാൻ ഇവിടെ മെമ്പറാണ്. 10-15 കൊല്ലം മുമ്പ് ഞാൻ മെമ്പറാണ്. അന്ന് നമ്മളോട് ഇവർ വന്ന് ഇതിൻ്റെ അവാർഡ് കമ്പനി വന്നിട്ട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ അതാത് വാർഡിൽ ബോറിങ് ചെയ്തിട്ട് നമുക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പദ്ധതി കൊടുന്ന ലാസ്റ്റ് പിന്നെ 2 വാർഡാക്കി, പിന്നെ അത് പകുതി വാർഡാക്കി, പിന്നെ ഒന്നിച്ചാക്കിയിട്ടാണ് ഇപ്പോൾ അവിടെ ഒരു ഇത്. കഷ്ടകാലത്തിന് അവിടെ കിണർ കുത്തി അതിലും ഉപ്പുവെള്ളമാണ്. ഇപ്പോൾ ആ ഉപ്പുവെള്ളമാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് ഒരു ഇതില്ല. പക്ഷെ അതിനൊരു പരിഹാരം കാണാൻ ഇന്ന് വരെ നമുക്ക് പരിഹാരം നിർദ്ദേശം ഇതാണ്. ഒന്നുമല്ല, ഇപ്പം ഞങ്ങളുടെ വാർഡിൽ വെച്ചാൽ അവിടെ നല്ലൊരു ബോറിംഗ് സെറ്റിംഗ് ഉണ്ട്. ഈ ജലനിധിയുടെ കണക്ഷൻ മാറ്റിയിട്ട് നമ്മൾ അതിലേക്ക് ബോറിംഗിൽ നിന്ന് വെള്ളം അടിച്ചിട്ട് എല്ലാ വീട്ടിലേക്കും ചെയ്യാനുള്ള സമയം. അല്ലെങ്കിൽ അതാത് വാർഡിൽ ഇഷ്ടപ്രകാരം കിണറുകളിൽ ഇപ്പോൾ ജനങ്ങളൊരു ഭാഷയാണ് ഇവിടെ ചക്ക മാങ്ങ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ കാശ് ചിലവാക്കി എന്ന് പറയുന്നുണ്ട്. ഈ കിണറുകൾ കൊല്ലം നമ്മൾ ശുദ്ധീകരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ മോട്ടർ വെച്ചിട്ട് ടാങ്ക് വെച്ചിട്ട് എല്ലാവർക്കും താൽക്കാലിക വെള്ളം കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണമെന്ന് എനിക്ക് പറയാം. അതിനൊരു സംവിധാനം ചെയ്യണം. അല്ലാണ്ട് വെള്ളമില്ലാന്ന് സമീപത്തെ എല്ലാ വീടുകളിലേക്കും കൊടുക്കാനുള്ള വാർഡിലും കിണറുകൾ നമ്മൾ ചെയ്തത് തിരുവല്ലാമലയിൽ നിന്നും ബൾക്ക് വാട്ടർ കൊണ്ടുവരാനുള്ള പദ്ധതി 45 കോടി ടെൻഡർ ചെയ്തു. ഇന്നും നാളെ നടക്കുന്നതല്ല. അല്ല, ഇന്നും നാളെ നടക്കുന്ന ഒരു സംഭവമല്ല. ഇതൊക്കെ നമ്മള് പേപ്പറിലുള്ള പിന്നെ എലിപ്പാട് അല്ല, ഇതുവരെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇനി നമ്മൾ ഇതൊക്കെ ഇപ്പൊ ഈ പ്രസിഡന്റ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ പേപ്പറിലാണ്. ഇതൊന്നും നമ്മുടെ ഈ ഭരണസമിതിക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. ഇതൊക്കെ കഴിഞ്ഞ ആകെ ഒരു 5 മാസമുള്ള ഇതിന്റെ മറ്റുള്ള അപ്പോഴേക്കും മഴക്കാലം വന്നു. ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, എത്ര കാലം അറിയാം. മനസ്സിലായ അതൊക്കെ അല്ല, ഒരു വിധം ഗ്രാമവണ്ടിയുടെ കാര്യം പറയാനുള്ളൂ. ഈ ഗ്രാമവണ്ടി ഇവിടെ നമുക്ക് പഞ്ചായത്തിന് നഷ്ടമല്ലാതെ
എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ വല്ല മലയോരത്ത വല്ല ആദിവാസി കോളനിയിലൊക്കെയാണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ഇളവള്ളി പഞ്ചായത്തിന് 4500 രൂപ അതിന് ദിവസം കൊടുക്കുന്നുണ്ട്. ഈ നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഗുരുവായൂരോ തൃശ്ശൂരോ എവിടെ പോകണമെങ്കിലും ബസ്സുകളുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഈ പൈസ വേറെ എന്തെങ്കിലും ഇതിന് നമ്മുടെ കാരുണ്യ പദ്ധതിക്ക് അല്ല, അത് പരാജയം. എന്താ കാരണം, ഇത് നമ്മുടെ വാർഡിലേക്ക് പറഞ്ഞ അതായത് ഗ്രാമവണ്ടി പരാജയം നിങ്ങൾ പറയുമ്പോൾ ഈ ഗ്രാമവണ്ടിയിൽ ഇവിടെ നിന്നും പോകുന്ന ഇളവള്ളി പഞ്ചായത്തിൽ ജനങ്ങൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് മെഡിക്കൽ കോളേജ് ഇവിടുന്ന് വണ്ടിയില്ല. ഇവിടെ 3 വണ്ടിയുണ്ട്. ആളുകൾക്ക് സമയത്ത് ഓട്ടം പോണ ഈ ഗ്രാമവണ്ടി എന്ന് പറയുന്ന സംവിധാനം ജനങ്ങളുടെ ഇല്ല. നമ്മുടെ പഞ്ചായത്തിന്റെ പെട്ടെന്ന് 1-2 കാര്യത്തിന് ഞാൻ ഒന്ന് മറുപടി. ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷന്റെ കാര്യം പറഞ്ഞു. റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരാൻ മാനസികമായിട്ട് ഞാൻ തയ്യാറല്ല. നഗ്നമായിട്ട് ഞാൻ പറയാണ്. അതായത് ഒരു ഗുണമില്ലാത്ത സാധനമാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഇളവള്ളി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷൻ? റെയിൽവേ 1 രൂപ മുടക്കില്ല. 10-20 കോടി രൂപ മുടക്കിയിട്ട് പഞ്ചായത്ത് എങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരും? എവിടുന്നാണ് പഞ്ചായത്തിനുള്ള സോഴ്സ്? 20 കോടി രൂപ MP MLA പഞ്ചായത്തും സംസ്ഥാനവും ഒക്കെ കൂടി എടുത്തു എന്ന് വിചാരിക്കുക. റെയിൽവേ ആകെ ചെലവാക്കുന്നത് ട്രെയിൻ വന്ന് നിന്ന് വീണ്ടും മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി കൂടുതൽ. അത് മാത്രമേ റെയിൽവേക്ക് നഷ്ടമുള്ളൂ. ടിക്കറ്റ് നമ്മൾ ലേലം ചെയ്ത് എടുത്ത് നടത്തണം. നഷ്ടം വന്നാൽ നമുക്ക് അടച്ചുപൂട്ടേണ്ടി വരും. ഈ 20 കോടി രൂപ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് പഞ്ചായത്തിന്. ഉണ്ടാക്കിയാൽ തന്നെ അത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ട്. അതിനേക്കാൾ നല്ലത് BJPയുടെ സർക്കാരിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ. അവർക്ക് നയാ പൈസ പഞ്ചായത്തിൽ നിന്ന് എടുക്കാതെ ഇളവള്ളി റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ തരുന്നു എന്ന് അതിൻ്റെ ഫുൾ എമൗണ്ട് ഞങ്ങൾ തരുമെന്ന് പറഞ്ഞാൽ ഈ മോദിക്കും അല്ലെങ്കിൽ മറ്റുള്ള കേന്ദ്രമന്ത്രിമാർക്കും ഒരു നിമിഷം പേപ്പറിൽ ഒപ്പിട്ട് നടക്കാവുന്ന വിഷയമല്ലേ അത്? എന്ത് നിലപാടെടുത്തത്? ഈ പഞ്ചായത്തിൽ വരുന്ന ആകെ കൂടിയുള്ള 5, 10 അല്ലെങ്കിൽ 30 കോടി രൂപ എല്ലാം കൂടി വരുന്നുണ്ട്. പ്രോസ് ബഡ്ജറ്റ് 31 കോടി രൂപയാണ്. ഈ 31 കോടിയിൽ നിന്നും 20 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇന്നലെയും നാളെ ഒരു ഗുണമില്ലാത്തതെന്ന് ഞാൻ കൃത്യമായി പറയുകയാണ്. അതിന് ഞാൻ ആര് പ്രേക്ഷകരോട് വിഷമം വിചാരിച്ചും കാര്യമില്ല. ഈ ഇളവള്ളി പഞ്ചായത്തിൽ നിന്ന് ഞാൻ മിക്ക ആഴ്ചയിലും തിരുവനന്തപുരത്ത് പോകുന്ന ആളാണ്. ഞാൻ ഗുരുവായൂരിൽ നിന്ന് ട്രെയിൻ കയറാറ്. എൻ്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇളവള്ളി പഞ്ചായത്ത് ഏത് ഭാഗത്തു നിന്നും ഇറങ്ങിയാൽ ഗുരുവായൂർ എത്താൻ 10-15 മിനിറ്റ് വേണ്ട. എല്ലാ റോഡുകളും സുന്ദരമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ താമരപ്പള്ളി ചോലപ്പുഴ റോഡ് 8 കോടി രൂപ ചെയ്തിട്ടുണ്ട്. പ്രിയങ്കരായിട്ടുള്ള MLA മുരളി പെരുന്നെല്ലി താല്പര്യം എടുത്തുകൊണ്ട് ചെയ്തുകൊണ്ട് ഞാൻ പണി ഇപ്പോൾ ഈ മെയിൽ തീർക്കാൻ പോവാണ്. അതും പേപ്പറിലാണ്, ഒക്കെ പേപ്പറിലാണ്. പാവറട്ടി ചിറ്റാട് സംസ്ഥാന ഗവൺമെന്റ് ഈ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഫണ്ട് എന്ന് പറയുന്നില്ലേ? മാത്രല്ല ഈ MLA മാരും അല്ലെങ്കിൽ ഈ മന്ത്രിമാരും ഈ കേന്ദ്ര MP മാരും ഒക്കെ ഈ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട്. അവിടെ ഒന്നും ഈ വികസനം നടക്കണില്ലല്ലോ. വാഗച്ചേലൂർ റോഡ് 3.84 കോടി രൂപ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് 6.9 കോടി രൂപ. ഈ റോഡ് 8 കോടി രൂപ. പാവറട്ടി ചിറ്റാടിയറ റോഡ് ഇത് ഈ പഞ്ചായത്തിൽ മാത്രം ഈ ഭരണസമിതി വന്നതിന് ശേഷം നടപ്പിലാക്കിയതാണ്. വികസന കാര്യത്തിൽ സാധാരണക്കാർക്ക് പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് ഇവിടെ. എത്ര വലിയ മെമ്പറല്ല ഞങ്ങൾ കഴിഞ്ഞ സുന്ദരേട്ടനോട് മെമ്പറായിട്ട് ഇരുന്നിട്ട് കഴിഞ്ഞ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നല്ലോ, ഈ ഭരണസമിതി ഉണ്ടായിരുന്നല്ലോ. സുന്ദരേട്ടന് ഈ ഭരണസമിതിയിലെ പ്രവർത്തനങ്ങളാണോ മെച്ചപ്പെട്ടു തോന്നിയത്? ഞാൻ പറയാൻ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇരിക്കുമ്പോ ഇവിടെ CF രാജനാണ് പ്രസിഡന്റ് ഉണ്ടായിരുന്നത്. CF രാജന് എല്ലാവരും തള്ളിക്കളഞ്ഞാൽ ഞാൻ തള്ളിക്കളയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇവിടെ മാധവേട്ട MLA ആണ് ഇവിടെ MLA ആയിട്ട് ഉണ്ടായിരുന്നത്. അന്ന് കോൺഗ്രസിന്റെ ഭരണമാണ്, സ്റ്റേറ്റ് ഭരണം. ഇതിവിടെ നമ്മള് പാങ്ങില് സ്ഥലം എടുത്തു, അവിടെ ബസ് സ്റ്റാൻഡ് പണിതു. 3 പാലം പണിതു. ഒന്ന് കടവല്ലൂർ പാലം പണിതു, ഒന്ന് ചിറ്റാട്ടിന് പാറയ്ക്ക് പണിതു, ഒന്ന് നമ്മൾ പണ്ടാർക്കാട് പാലം പണിതു. അതേമാതിരി നമ്മളിവിടെ ഇത് കൊടുന്നു, എന്ത് ക്രെമിറ്റേറിയം കൊടുന്നു. അതേമാതിരി കുറെ വികസനങ്ങൾ അന്ന് ഇവിടെ കൊണ്ടുവരാൻ പറ്റി. വികസനത്തിനൊന്നും ഇളവള്ളി പഞ്ചായത്തിലെ പഞ്ചായത്തുകളെ സംബന്ധിച്ച് ഭരണ തുടർച്ചയാണ്. വികസനം കൊണ്ടുവന്നില്ല എന്നുള്ളതല്ല. സുന്ദരേട്ടന് ആ റോഡുകളും ഇപ്പോഴുള്ള പരാതികളും
അന്നത്തേക്കാൾ കൂടുതൽ ഇപ്രാവശ്യം അന്നൊക്കെ ഈ പുതുനഗർ റോഡ്, പുളിഞ്ചേരി പറമ്പ് റോഡ് MLA തന്ന റോഡുകളാ. ഇന്ന് അത് ഭയങ്കര അവസ്ഥയിലാണ് കിടക്കുന്നത്. MLA ഇപ്രാവശ്യം കൊടുത്തത് എത്രയെന്നറിയോ? 52 ലക്ഷം രൂപയാണ് സുന്ദരേട്ടന് മാത്രം വാങ്ങി കൊടുത്തിരിക്കുന്നത്. ആ റോഡുകളൊക്കെ ഇന്ന് 10 കൊല്ലമായിട്ട് വയലിക്കുളങ്ങര റോഡ്, തപ്പുറം തമ്മിൽ പോണ റോഡ് 30 ലക്ഷം രൂപ. ആളെ വാർഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ യുവശക്തി റോഡിന് 22 ലക്ഷം രൂപ, ആളെ വാർഡിന് ഒരു ഭാഗം. പക്ഷെ ഇത് നമ്മളിപ്പോ ഈ 4 മാസം കൊണ്ട് നടക്കുവോ? നമ്മൾക്ക് ഈ റോഡില് യാതൊരു ഗതാഗത സൗകര്യം തീരില്ലാത്തൊരു വികസനത്തിന്റെ കാഴ്ചപ്പാടിൽ പോകുമ്പോ നമുക്ക് അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് മറ്റു റോഡുകളുടെ ഇത്തരം ശോചനീയാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? ഈ ഗതാഗത സൗകര്യം തീരെ ഇല്ല എന്ന് പറയുമ്പോൾ അതാണ് അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? മിക്ക റോഡുകളും പഞ്ചായത്ത് മെയിൻ റോഡുകളും ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. അത് അങ്ങനെയാണ്. ഇപ്പൊ 4-ാം വാർഡില് ഗോപാലപ്പണിക്കർ റോഡ്, അത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും 4-ാം വാർഡ് സെന്ററിൽ കൂടെ പോകുന്നതാണ്. ആ റോഡ് കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ നിന്ന് എള്ളി പഞ്ചായത്തിലേക്ക് വരുന്ന ഒരു എൻട്രൻസ് ആണ്. അതുകൊണ്ട് രാഷ്ട്രീയം നോക്കിയുണ്ടാവും. 35 ലക്ഷം 40 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് അത് നിർമ്മിച്ചത്. സുന്ദരമായ റോഡാക്കി മാറ്റി. ഇപ്പൊ ജനകീയ റോഡ് പണ്ടറക്കാട് MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു. പോസ്റ്റ് ഓഫീസ് റോഡ് MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു. ഇപ്പൊ PMGSY റോഡ് പാറ മുതൽ 4 കിലോമീറ്റർ സുന്ദരേട്ടന്റെ വാടി കൂടി കടന്നു പോകുന്ന റോഡാണ്. ആ റോഡിൽ കൂടെ പോണ ആൾക്കാർ പലപ്പോഴും എന്നെ വിളിക്കും, ഇത് സുന്ദരമായ റോഡാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, വൈക്കാട് റോഡ് ഒന്ന് പറയും, ഒരു 1.5 കിലോമീറ്ററുള്ള വൈക്കാട് റോഡ് സുന്ദരമായിട്ട് ആ രീതി എടുക്കുകയാണ്. അപ്പോൾ ചിലതൊക്കെ ഈ ഇന്നലെ ഭൂമി മുറിച്ച് വിറ്റ് കൊടുത്തിട്ട് അതിനുള്ളിൽ ഒരു റോഡ് ഇട്ടിട്ട് ആ റോഡ് പഞ്ചായത്ത് ഏൽപ്പിച്ച ആ റോഡ് ഈ കൊല്ലം പോയിട്ട് ടാർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നടക്കാൻ പോണ കാര്യമല്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് ഞാൻ നമ്മൾ ചോദിക്കട്ടെ, 72 റോഡ് കോൺക്രീറ്റ് ചെയ്ത ഒരു പഞ്ചായത്തിന്റെ പേര് പറയുന്നത് പ്രസിഡന്റിന്റെ വാർഡ് തൊഴിലുറപ്പ് റോഡ് മുഴുവൻ ചെയ്തത് പ്രസിഡന്റ് 72 റോഡ് എത്ര കിട്ടിയിട്ടുണ്ടെന്ന പ്രസിഡന്റ് പറയട്ടെ. 72 റോഡും വാർഡിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയട്ടെ പ്രസിഡന്റ്. ഒരു വാർഡിൽ എത്ര വെച്ച് ചെയ്തിട്ടുണ്ട്? പുറമേയുള്ള റോഡുകൾ നല്ല റോഡുകളാണ്, പക്ഷെ ഗ്രാമീണ റോഡുകൾ ഉണ്ടാവില്ല. 72 പ്രസിഡന്റിന്റെ ഞാൻ പറയില്ല. 72-ലൊരു ഞങ്ങൾ വാർഡിൽ എത്ര കിട്ടി? ഒരു വാർഡിൽ ഇവിടെ 16 വാർഡാണ് ഉള്ളത്. 72 റോഡ് ഉണ്ടെങ്കിൽ ഒരു വാർഡിലേക്ക് എത്ര റോഡ് വെച്ച് കിട്ടണം? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു വാർഡല്ല. ഞാനൊരു കാര്യം, പ്രസിഡന്റ് വേറെ കാര്യം ചെയ്യുന്നുണ്ട്. പ്രസിഡന്റ് ആദ്യം 100% ടാക്സ് ആക്കി തുടങ്ങിയത് ഈ പ്രസിഡന്റ് വന്നതിന് ശേഷം അല്ലേ? ഒരു മിനിറ്റ്, അതായത് പഞ്ചായത്ത് അംഗങ്ങൾ ആലോചിക്കുന്ന പ്രധാന കാരണം, അതായത് മറ്റു കാര്യങ്ങളിലേക്ക് വികസന നേട്ടങ്ങൾ എത്തുമ്പോൾ പോലും ഗ്രാമീണ റോഡുകൾ ഈ പറഞ്ഞ പോലെ ജലനിധിയിൽ ഉപ്പുവെള്ളം കയറുന്ന വർഷങ്ങളായിട്ടുള്ള പരാതിയാണ്. ഗ്രാമസഭയിൽ വായിക്കുമ്പോ അവർ അവിടെ വെച്ചിട്ട് ചോദിക്കുന്നില്ല, പക്ഷെ നമ്മളോട് ചോദിക്കുന്നുണ്ട് 4-ാം വാർഡിൽ എത്ര റോഡ് കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു റോഡ് കിട്ടിയിട്ടുള്ളൂ. പ്രസിഡന്റ് പറഞ്ഞു തന്നെ കടമെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പ്രസിഡന്റ് ആയതുകൊണ്ട് പ്രസിഡന്റിന്റെ വാർഡുകളിലേക്ക് വികസനം എത്താതിരിക്കേണ്ട കാര്യമില്ല, ഒപ്പം തന്നെ അവിടെ മാത്രം കേന്ദ്രീകരിക്കേണ്ട കാര്യവുമില്ല. അങ്ങനെയാണോ പ്രസിഡന്റ്? ഈ അവിടെ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ടോ? കേന്ദ്രീകരിക്കാന്നുള്ള ഇതിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇവിടെ ബയോഡൈജസ്റ്റർ പിന്നു കൊടുത്തു, വോട്ട് കൊടുത്തു, 2800 കൊടുത്തു. ഏത് വാർഡിലാണ് 100% കൊടുത്തത്? എന്റെ വാർഡിൽ. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് കിട്ടാണ്ടാണോ? ഇവര് ചെയ്യില്ല. ആദ്യം എല്ലാ വർഷം ജനുവരി മാസം ആവുമ്പോഴേക്കും ടാക്സ് 100% പ്രഖ്യാപിക്കുന്ന വാർഡ് ഏതാ? 3-ാം വാർഡ്. അതെന്താ കാരണം? നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ സ്ട്രെയിൻ ചെയ്തു ആളുകളെ കൊണ്ട് പറഞ്ഞ് വാങ്ങിപ്പിച്ച് അടപ്പിക്കുന്നു. 100% ടാക്സ് പിരിച്ചു തുടങ്ങിയിട്ട് 4 വർഷം. ഏറ്റവും കൂടുതൽ പോയതിന്റെ 15-ാം വാർഡും 3-ാം വാർഡും വെച്ചു. പക്ഷെ 15-ാം വാർഡിൽ 100%, എന്റെ വാർഡിൽ 100% അടഞ്ഞു കിടക്കുന്ന ഗൾഫുകാരായിട്ടുള്ള പ്രവാസികളുടെ വീടുകളിൽ ഒഴിച്ച് ബാക്കി എല്ലാ വീടുകളും ബയോഡൈജസ്റ്റ് പോട്ട് വെച്ച വാർഡാണ് 3-ാം വാർഡ്. അല്ല, അതൊരു കാര്യമല്ലേ. അതായത് നമ്മൾ ഇപ്പൊ പ്രസിഡന്റ് സ്ഥാനത്തിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഇന്ദിരാഞ്ജന കുളം പറഞ്ഞല്ലോ, അവിടെ ഗുണമുണ്ടായിരുന്നു. 15-ാം വാർഡിൽ കുളം കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. 30 ലക്ഷം രൂപ ചെലവ് ചെയ്തിട്ട് ഇല്ലേ? പുതുനഗറിലെ കുളല്ലേ? അതാരാ പണിതത്?
നമ്മുടെ വാർഡിൽ പതിനഞ്ചാം വാർഡിൽ മാത്രമായി ഒരു കുളം നിർമ്മിച്ചു. അതൊന്നും പറഞ്ഞ് ചോദിച്ച് വാങ്ങിക്കാൻ പറ്റുമെന്ന്. ഇതിപ്പോ നമ്മൾ ചോദിക്കുമ്പോ എന്ത് ചെയ്തിട്ടാണ് എന്താണ് ഒരു കാര്യം ഞാൻ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതി പ്രസിഡന്റ് തടഞ്ഞു കളഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് ഒന്ന് പറഞ്ഞേ ആ പദ്ധതി ആ പദ്ധതി ഞാൻ കിട്ടാതിരിക്കുമ്പോൾ ഈ ഒരു ചോദ്യത്തിന് അപ്പുറത്തേക്ക് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ വാർഡിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അതിന് മുൻഗണനാക്രമത്തിൽ നമ്മൾ ലിസ്റ്റ് കൊടുക്കുമ്പോൾ അത് മറ്റേ അട്ടിമറിക്കപ്പെടുന്നുണ്ടോ, അത് മറ്റു വാർഡുകളിൽ എത്തിക്കുന്നുണ്ടോ? ഇപ്പൊ പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞു, ബയോഡസ്റ്റിന്റെ പ്രശ്നം വന്നു. ഇത് 2 കൊല്ലം മുമ്പ് നമ്മളിവിടെ കൊടുത്തതാണ്. ഏറ്റവും കൂടുതൽ ബയോഡസ്റ്റ് മേടിച്ചത് 15ാം വാർഡിലാണ്. ഏറ്റവും കൂടുതൽ കൊടുത്തത് ഇപ്പൊ 100% ആയിട്ടുണ്ട്. അല്ല 150 ആവശ്യമുള്ള ഞാൻ ചോദിക്കുന്നത് 100% പൂർത്തീകരിച്ച വാർഡാണ്. ടാക്സ് 100% പിരിക്കുന്ന വാർഡാണ്. അവിടെ ഒന്നും കൊടുക്കാണ്ടിരിക്കണോ? ആ വാർഡ് പരിഗണിക്കണ്ടെന്നാണോ പറയുന്നത്? അല്ല, ഞാൻ പറയുന്നത് പ്രസിഡന്റിന്റെ വാർഡായതുകൊണ്ട് ആ വാർഡ് കുഴപ്പമില്ല. ഒരു ജനാധിപത്യ പഞ്ചായത്ത് എന്ന നിലയ്ക്ക് ഇതിനു മുമ്പുള്ള ഭരണസമിതികൾ ചെയ്തിരുന്നത് ഇപ്പൊ 70 റോഡ് 75 റോഡ് 75 റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് മറ്റുള്ള പഞ്ചായത്തുകളായാലും മറ്റുള്ള ഇതിലായാലും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 70 ഉണ്ടെങ്കിൽ 16 വാർഡിന് അത് തുല്യമായിട്ട് കൊടുക്കണം. അത് കൊടുക്കാൻ പറ്റില്ല. അല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പഞ്ചായത്തിൽ നല്ലൊരു വികസനം എത്തി അവിടെ ആവശ്യമില്ലാത്തതാവാം അന്നും പറഞ്ഞ് അപ്പുറത്തെ പഞ്ചായത്ത് ഇപ്പൊ അത് പ്രസിഡന്റിന്റെ വാർഡ് ആയതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറയാൻ പറ്റില്ല. വികസനം മെമ്പർ, അപ്പോഴും ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് തരാതെ അനാവശ്യമായിട്ട് പ്രസിഡന്റിന്റെ വാർഡിൽ അല്ലെങ്കിൽ അവിടെ പ്രദേശത്ത് എത്തിച്ചിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളാണ് ചോദിക്കുന്നത്. വികസനം 1 കോടി 60 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത് 10 ലക്ഷം വെച്ച് ഓരോ വാർഡിലും കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. എന്റെ പക്ഷം അതല്ല. 32 ലക്ഷം രൂപ സുന്ദരേട്ടന്റെ വാർഡിലേക്ക് ഒരു റോഡിനുണ്ടെങ്കിൽ ആ റോഡിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് അടുത്ത റോഡ് ആവശ്യാനുസരണം. അല്ലാണ്ട് അവിടെ 10 ലക്ഷത്തിന്റെ പകുതി ചെയ്ത് നിർത്തി 3-1 ചെയ്ത് നിർത്തുന്ന പ്രശ്നമല്ല. ഇപ്പൊ സുന്ദരേട്ടന്റെ വാർഡിൽ ഞാൻ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു സുന്ദരേട്ടൻ, ഞാൻ വിളിച്ചു സുന്ദരേട്ടനായിരുന്നു. ഒരു മിനിറ്റ്, ആ റോഡിന് 30 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് വേണമെങ്കിൽ അത് തട്ടിയിട്ട് വേറെ റോഡിലേക്ക് ആക്കാമായിരുന്നല്ലോ. പക്ഷെ സുന്ദരേട്ടന്റെ വാർഡിൽ മാത്രം പോകുന്ന റോഡിന് MLA മുരളി പെരുന്നെല്ലിയുടെ ഫണ്ട് 30 ലക്ഷം രൂപയാണ് വെച്ചിരിക്കുന്നത് ഈ 1000 കോടി പദ്ധതിയിലെ. അതിന് ടെൻഡർ ഒരെണ്ണം കഴിഞ്ഞപ്പോ റീടെൻഡറിലേക്ക് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവര് പറയുന്നത് പങ്കുവെച്ച ആ രാഷ്ട്രീയം അത് എനിക്ക് പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നാടിന്റെ വികസനത്തിൽ പൂർണ്ണത കൈവരിക്കണം. പകുതി അയക്കിച്ചു അവിടെ വെച്ച് പോയി, പിന്നെ വേറൊന്നും ചെയ്തിച്ചു അവിടെ വെച്ച് പോയി, അതല്ല. അത് ആരുടെ വാർഡ് എന്നല്ലല്ലോ. പക്ഷെ ഇപ്പൊ ആ 15ാം വാർഡിലാണ് കാക്കശ്ശേരി സ്കൂൾ നിൽക്കുന്നത്. കാക്കശ്ശേരി സ്കൂൾ 15ാം വാർഡിൽ നിൽക്കുന്നത് വെച്ചിട്ട് ഞാൻ ആ സ്കൂളിനെ പരിഗണിക്കാതിരിക്കുകയാണോ? ആ സ്കൂളിനെ ഏറ്റവും മികച്ച സ്കൂളാക്കി മാറ്റാണ്. അത് പഞ്ചായത്തിന് ആകെ ഒരു സ്കൂളിലാണ്. വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ സ്കൂള് വികസിപ്പിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. അവിടെ വാർഡോ സുന്ദരേട്ടന്റെ വാർഡോ കോൺഗ്രസ് വാർഡോ CPM വാർഡോ ഒന്നും നോക്കിയിട്ടില്ല. ഏത് ഇപ്പോ നമുക്ക് ഈ ഭിന്നശേഷി കുട്ടികളെ നമുക്ക് താമസിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പരിശീലനം കൊടുക്കുന്ന സ്ഥാപനം അത് വാർഡ് നോക്കിയിട്ട് 9ാം വാർഡിലാണ് സ്ഥാപിക്കുന്നത്. ഇപ്പൊ ഹെലിപ്പാഡ് വരുന്നത് 7ാം വാർഡിലാണ്. തോടുകൾ നമ്മൾ വൃത്തിയാക്കുന്ന 7ാം വാർഡ് BJP വാർഡാണ്. പക്ഷെ അത് വെച്ചിട്ട് BJPയുടെ മെമ്പർ ആയിട്ട് തോട് കൊടുക്കാണ്ടിരിക്കുകയാണോ? പാടശേഖരം അവിടെ പാടശേഖരത്തിൽ കൊടുക്കാണ്ടിരിക്കുകയാണോ? കലുങ്കൾ നിർമ്മിക്കാണ്ടിരിക്കുകയാണോ? ഹെലിപ്പാഡ് സ്ഥലം 1.5 ഏക്കർ ഒരാൾ സൗജന്യമായിട്ട് തന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഹെലിപ്പാഡ് പണിയുന്നു, അവിടെ പാർക്ക് നിർമ്മിക്കുന്നു. അത് അവരെ നോക്കിയിട്ടാണോ? ഇപ്പോൾ ഇവിടെ പാർക്ക് വരുന്നുണ്ട്, കുട്ടികളുടെ പാർക്കും കയാക്കിംഗ് ആൻഡ് ബോട്ടിംഗ് വരുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ളത് നിൽക്കുന്നത് ആ 9ാം വാർഡിന്റെ അതിർത്തിയാണ്, മണച്ചാലാണ്. നമുക്ക് പ്രാദേശികമായി ഏത് വിഭവമാണ് നമുക്ക് ലഭ്യമാകുന്നത് ആ വിഭവത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാളുകളിൽ ജനത്തിന് ഗുണപരമാകുന്ന പ്രവർത്തിയാക്കും. സ്ത്രീകൾക്ക് ജിമ്മ് വേണമെന്ന് പറഞ്ഞു. ജിമ്മ് സ്ഥാപിച്ചത് വെറ്റിനറി ഹോസ്പിറ്റലിന്റെ മുകളിലാണ്. ഇപ്പൊ 50ഓളം സ്ത്രീകളാണ് അവിടെ ജിമ്മ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പൂവത്തൂരാണ് വേറെ ജിമ്മ് വരും. അപ്പൊ വാർഡ് നോക്കിയിട്ട് എല്ലാ വാർഡും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? പ്രാദേശികമായി എന്ത് ഇന്ദിരാഞ്ജന 11ാം വാർഡിലാണ്, അത് ഇന്ദിരാഞ്ജനെ കൊണ്ട് 3ാം വാർഡിൽ കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? ആവശ്യാനുസരണം പദ്ധതികൾ ഒപ്പം തന്നെ 2-3 കാര്യങ്ങൾ പ്രധാനപ്പെട്ട, അതായത് ഈ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുമ്പോൾ ചെറുകിട കാര്യങ്ങളിലേക്കൊന്നും വരുന്നില്ല എന്ന് മെമ്പർ പറയുന്നതിൽ പ്രധാന ഒരു കാരണം നേരത്തെ വൈദ്യുതി കാര്യം പറയുന്നത് പ്രകാശപൂരിതമായത് ചില ഇപ്പോഴും അതിലേക്ക് വരാം. അതായത് ഈ സ്ട്രീറ്റ് മെയിൻ എക്സ്റ്റൻഷൻ ചെയ്യുന്ന പദ്ധതി നമ്മൾ എല്ലാ വർഷവും പൈസ അടയ്ക്കുന്നുണ്ട്. അത് ഞാൻ പറയാം, ഇത്ര മീറ്ററോ ഒരു 400 മീറ്ററോ അല്ലെങ്കിൽ 500 മീറ്ററോ ഒരു വാർഡിൽ നിന്ന് തന്നു. എവിടെയാണ് നിങ്ങൾ ഇഷ്ടം പോലെ വെച്ചു. ഇത് ഇനി 10 കൊല്ലം വലിച്ചാലും എല്ലായിടത്തും എത്തില്ല. പിന്നെയും ലൈൻ നീട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പോൾ സ്വാഭാവികമായും ഈ ഭരണസമിതി വന്നതിന് ശേഷം
ഓരോ വാർഡിലും 2 തവണയൊക്കെ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 കിലോമീറ്റർ ദൂരത്തോളം ഓരോ വാർഡിലും ഏകദേശം ആയിട്ടുണ്ട്. ചില വാർഡുകളിലൊക്കെ 1, 2 ഒക്കെ 8-ാം വാർഡിൽ അതിനും കൂടുതലായിട്ടുണ്ട്. അപ്പം അത് പണം നമ്മൾ സ്ട്രീറ്റ് മെയിൻ എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് പണം കെട്ടിവെക്കണം. അത് ഇന്ന വാർഡ് നോക്കിയിട്ടൊന്നുമില്ല, എല്ലാ വാർഡിലും അതെല്ലാ വാർഡിലും 300 മീറ്റർ വെച്ചിട്ടാണ് നമ്മൾ 2 പ്രാവശ്യമായിട്ട് ഇപ്പൊ ചെയ്തു. 2 വട്ടമായിട്ട് ഈ വർഷം നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നാലും അത് പൂർത്തീകരിക്കാൻ പറ്റില്ലെങ്കിൽ നീണ്ടു പോകാൻ കൊല്ലം കൊണ്ട് എന്തായാലും ഒരു പഞ്ചായത്തിന്റെ വികസനം നമ്മൾ പറഞ്ഞത് ഇപ്പോഴത്തേന്നല്ല, ഇത് കാലാകാലങ്ങളായിട്ട് CPM ഭരിക്കുന്ന പഞ്ചായത്ത് തന്നെയായിരുന്നു, അല്ലാണ്ട് ഇപ്പൊ പുതിയതായിട്ട് വന്നല്ല. ഞാൻ പുതിയതായിട്ട് കയറിയ BJP മെമ്പറാണ്. നമുക്ക് പല കാര്യങ്ങൾ മുമ്പത്തെ കാര്യങ്ങളത്തെ രാഷ്ട്രീയങ്ങളെ കുറിച്ചിട്ട് അറിയില്ല. ഇപ്പൊ റെയിൽവേ സ്റ്റേഷന്റെ കാര്യം പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനെ വർഷങ്ങളായിട്ട് പാസ്സായി കിടക്കണമെന്നുള്ളത് എന്റെ അറിവാണ്. നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. പക്ഷെ അതിനെ പ്രാക്ടിക്കൽ അല്ല, അല്ലെങ്കിൽ സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങള് മുമ്പ് വന്നിട്ടില്ലേ? പ്രസിഡന്റിന് അത് പറ്റായികയല്ല, ചെയ്തിട്ടുള്ളതാണ്. ശ്രമിച്ചാലും അത് നടക്കും. സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ സത്യമായ കാര്യം തന്നെയാണ് ഞാൻ തുറന്നു പറയുന്നത്. എളവള്ളി റെയിൽവേ സ്റ്റേഷൻ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. അത് ഭരണകർത്താക്കൾക്കും അവരുടേതായ നയങ്ങളും നിലപാടുകളും ഒക്കെ ഉണ്ട്. ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾക്ക് അപ്പുറത്തേക്ക് മറ്റു ചില കാര്യം, അതായത് ഇപ്പൊ ഈ വെള്ളക്കെട്ടിന്റെ കാര്യം പ്രധാനമായി പറയുന്നു. ഒരു മഴ പെയ്താൽ തന്നെ വെള്ളക്കെട്ട് പരിഹാരങ്ങൾ എന്തെങ്കിലും. വെള്ളക്കെട്ടിന്റെ കാര്യത്തിൽ ഏറ്റവും ഉചിതമായ തീരുമാനം എടുത്ത പഞ്ചായത്ത് ഇവർക്കറിയാം. ഒന്ന് 13-ാം വാർഡിലെ മുള്ളന്തര പള്ളിയിൽ അവിടെ വരുന്ന അമ്പാട്ട് റോഡില് മഴ പെയ്താൽ മുട്ടിന് മേലെ വെള്ളം കയറുന്ന സ്ഥലമാണ്. അതൊരു പ്രൈവറ്റ് വ്യക്തി ഇവിടുന്ന് മണ്ണടിച്ച് തൂർത്തതിന്റെ വിഷയമാണ്. ബലമായി JCB കൊണ്ടുവന്ന് പഞ്ചായത്തിന് കളക്ടർ കൊടുത്തുള്ള അധികാരമുണ്ട്. നീരുറവുകളിൽ തടസ്സപ്പെട്ടാൽ നീക്കം ചെയ്യാനുള്ള അധികാരം അത് ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്ത് ആ റോഡ് സുന്ദര റോഡായി അമ്പാട്ട് റോഡ് 13-ാം വാർഡിൽ ബ്രഹ്മക്കുളത്ത് റെയിൽവേ വെള്ളക്കാട്ടുപാട റോഡിന്റെ അവിടെ വെള്ളക്കെട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തി വന്ന് സങ്കടം പറഞ്ഞപ്പോൾ അവിടെയും JCB കൊണ്ടുപോയി പൊളിച്ച് കാന വൃത്തിയാക്കി കോൺക്രീറ്റ് ചെയ്ത് ഇപ്പൊ മുനിസിപ്പാലിറ്റിക്കാർ അതിന്റെ കാനി കൂടി നിർമ്മിച്ചു കൊടുത്തു. ഇപ്പം കോക്കൂര് ഭാഗത്ത് റെയിൽവേ ഗേറ്റിനോട് വെള്ളക്കെട്ടുണ്ടായിരുന്നു, അത് പൂർണ്ണമാക്കി. കർഷക റോട്ടിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു, പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇവിടെ എന്താ പ്രശ്നം എന്ന് അറിയോ? ഇവിടെ നെൽവയൽ തൂർത്ത പ്രദേശമാണ്. വെള്ളം അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ ഇപ്പൊ കോഴിത്തോട് താത്തിയോണ്ടൊന്നും ആ വെള്ളം ഒഴിഞ്ഞു പോകില്ല. നമ്മുടെ ഈ കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് വന്ന സമയത്താണ് ഈ അറ്റം മുതൽ ആ അറ്റം വരെ JCB ഉപയോഗിച്ചുകൊണ്ട് നടുക്കിലൊക്കെ വലിയ വണ്ണത്തിൽ നിന്നിരുന്ന മരങ്ങൾ, ഉങ്ങു മരങ്ങളൊക്കെ മാറ്റിയത്. ഇത് എല്ലാ ഭാഗത്തും അതിന്റെ മരങ്ങൾ വീഴിൽ പതിവാണ്. കണ്ടറിയുമ്പോൾ പരാതി വരുമ്പോൾ ഒപ്പം നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ സർവേ നടത്തിയിട്ട് അതിന്റെ ഫണ്ട് വെക്കാൻ വേണ്ടി MLA തയ്യാറായി. ആ സർവേ നടത്തുന്നവരും അതുപോലെ തന്നെ മൈനർ ഇറിഗേഷൻ തമ്മിലുണ്ടായ ഒരു തർക്കത്തിന്റെ പ്രശ്നമായി അത് നിർത്തിവെച്ചേക്കായിരുന്നു. ഇപ്പൊ നമ്മളിവിടെ ഡിജിറ്റൽ സർവേ വന്നപ്പോൾ അതിന്റെ സർവേ ഒക്കെ പൂർത്തീകരിച്ച് വരുന്നുണ്ട്. എളവള്ളി ഭാഗത്തു കൂടി വന്നു കഴിഞ്ഞാൽ ആ തോട് പൂർണ്ണമായും സർവേ കഴിഞ്ഞാൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് അവിടെ നമുക്ക് നല്ല രീതിയിൽ സംരക്ഷണം കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് കെട്ടി സംരക്ഷിക്കാൻ പറ്റും. ഇതൊക്കെ ഒരു 5 കൊല്ലം കൊണ്ട് തീരുന്ന പദ്ധതികളല്ല, അത് നമ്മൾ തുടങ്ങി വെക്കുന്നു. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചില്ലേ ബസ് സ്റ്റാൻഡിന്റെ കാര്യം. 2000-2005 ഷൈൻ അഡ്വക്കേറ്റ് ഷൈൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ ഇവിടെ വികസന സ്റ്റാൻഡിംഗ് ചെയർമാനായിരുന്നു. ഞാനും ഷൈനും കൂടി അവിടുത്തെ ആ നാട്ടുകാർ കാണാതെ ഹെൽമെറ്റ് 2 ആളും വെച്ചിട്ട് പോയിട്ട് നോക്കിയിട്ടാണ് ആ സ്ഥലം തിട്ടപ്പെടുത്തിയത്. അന്നെടുത്ത സ്ഥലമാണത്. 2005 മുമ്പ് എടുത്ത സ്ഥലമാണ്. ഘട്ടം ഘട്ടമായിട്ടാണ് അവിടെ പണികൾ വന്നത്. CF മാത്രമല്ല, തുളസിച്ചുള്ള കാലത്തും ചെയ്തിട്ടുണ്ട്, ലതീഷുള്ള സമയത്തും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ അവസാനത്തെ കോൺക്രീറ്റിംഗ് MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പൂർത്തീകരിച്ച് നമ്മുടെ ഈ ഭരണസമിതിയാണ് ഉദ്ഘാടനം ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ഒരു പദ്ധതി തുടങ്ങിയാൽ 20 കൊല്ലം 25 കൊല്ലമൊക്കെ എത്ര പദ്ധതികളുണ്ട്. അത് ഘട്ടം ഘട്ടമായി അത് പൂർത്തീകരിച്ചു. ഓക്കെ, എന്തായാലും നമുക്ക് സമയം. എന്തായാലും ഈ നേരത്തെ ഒരു ആരോപണം ഉണ്ടായിരുന്നു, ഈ സ്ഥലം ഏറ്റെടുപ്പ് നടത്തിയ ചില ഇടങ്ങളിൽ ഇപ്പോഴും ആ ഭൂമി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ആരോപണം. അത് ഞാൻ പറയാം. അതായത് ഭൂരഹിത ഭവനരഹിതർക്ക് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്ത് തന്ന 1 കോടി രൂപയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ 12 ലക്ഷം രൂപയും നമ്മുടെ 5 ലക്ഷം 1.17 ചെലവ് ചെയ്തുകൊണ്ടാണ് 226 സെന്റ് സ്ഥലം ഏറ്റെടുത്തത്. ഈ 226 സെന്റ് സ്ഥലം 80 രൂപ വിലയുള്ള ഭാഗത്ത് 52,000 രൂപയ്ക്കാണ് നമുക്ക് ഏറ്റെടുത്തത്. പിന്നെ അതിൽ അഴിമതി ഉണ്ടാവേണ്ട പ്രശ്നമില്ലല്ലോ. എല്ലാ കമ്മിറ്റിക്കാർക്കും ബോധ്യപ്പെട്ടിട്ടാണ് എടുത്തിട്ടുള്ളത്. ആ സ്ഥലം ഏറ്റെടുത്തതിന് ശേഷം അവിടെ കെട്ടിടം പണിയാൻ വേണ്ടി നമ്മൾ പല പദ്ധതികൾ സമർപ്പിച്ചു. പക്ഷെ നേരത്തെ സൂചിപ്പിച്ച ചോദ്യം ഉണ്ടല്ലോ, ലൈഫ് ഭവനത്തിന് ഇവിടെ 135 വീടുകളാണുള്ളത്. അതിൽ 100 വീടുകൾ കൊടുത്തു കഴിഞ്ഞു. 35 പേരും കൂടി ഉണ്ട്. അപ്പൊ ആദ്യം തൊട്ടുള്ള ലിസ്റ്റിനകത്ത് 35 പേരിൽ ഒരു 10-15 പേരൊക്കെ വീട് പണിതു പോയി. ഇനി ഒരു 20 പേർക്കാണ് വീട് കൊടുക്കാനുള്ളത്. ആ വലിയ പ്രവർത്തനം ഈ ഭരണസമിതി കാലഘട്ടത്തിൽ ആവശ്യപ്പെട്ട വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് വെച്ച് കൊടുക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് സ്ഥലം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഭൂരഹിത ഭവനരഹിതർക്ക് വേണ്ടി നമ്മൾ സ്ഥലം അവിടെ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ CSR ഫണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ നമുക്ക് ആ രീതി കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചായത്തിന് ലഭ്യമാകുന്ന ഫണ്ട് എടുത്തിട്ട് വീട് മാത്രം കോംപ്ലക്സ് മാത്രം വന്നില്ല, ആദ്യഘട്ടം സ്ഥലം വാങ്ങി, പിന്നെ ഇവിടെ വീടില്ലാത്ത സ്ഥലമുള്ളവർക്ക് വീട് വെച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനിയും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള നടപടി CSR ഫണ്ട്. ഇപ്പോൾ ഹെലികോപ്റ്ററിന്റെ ഹെലിപ്പാഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് യൂസഫ് അലി പ്രമുഖ വ്യവസായിയാണ്, അദ്ദേഹത്തിന് ഹെലികോപ്റ്ററായിട്ട് വരാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ വരുമ്പോൾ അവിടെ വെച്ച് നമ്മൾ ചോദിക്കും ഓരോ കാര്യങ്ങളും. ഇപ്പം ഇന്നലെ ഇവിടെ കിയോസ്ക് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എനിക്ക് ഒരു മറ്റേ അഗ്രികൾച്ചർ ക്ലസ്റ്റർ 40 ലക്ഷം രൂപ അനുവദിക്കുന്നു. ജില്ലാ മിഷൻ കോർഡിനേറ്റർ പറഞ്ഞു അത് അപേക്ഷ പരിഗണിച്ചിരിക്കുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ സമയത്തും ആരെങ്കിലും വരുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട് അടുത്ത സംവിധാനം. ഇപ്പോൾ ഗ്രാമവണ്ടി വരുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു സൂപ്പർ ഫാസ്റ്റ് എറണാകുളത്തേക്ക് ഇതിലൂടെ ഗുരുവായൂരിന്ന് പോകണം, ഗുരുവായൂർ എറണാകുളം എളവള്ളി പഞ്ചായത്തിലൂടെ പോകണം. അപ്പോൾ പരിഗണിക്കാന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ വീണ്ടും അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാമവണ്ടി നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ മന്ത്രിയോട് നമ്മളൊരു കാര്യം ആവശ്യപ്പെടും. ആ മന്ത്രി മാറിയപ്പോൾ നമ്മളിപ്പോൾ പുതിയ മന്ത്രി ഗണേഷ് മന്ത്രിയുടെ അടുത്ത് നമ്മൾ വീണ്ടും ആവശ്യപ്പെടുന്നു. അപ്പം അങ്ങനെ ഒന്നിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ വികസനം കൊണ്ടുപോകുന്നത്. അല്ലാണ്ട് എല്ലാം ഒറ്റയടിക്ക് ഈ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ സമ്പൂർണ്ണ വികസനം നടത്തിയെന്ന് ഒന്നും പറയാൻ പറ്റില്ല. അവാർഡ് ലഭിക്കുന്നത് മെച്ചപ്പെട്ട രീതിയിൽ മറ്റുള്ളവർക്ക് മോഡലാകുന്ന പ്രവർത്തനം നടത്തിയതിനാണ് അവാർഡ്. അല്ലാണ്ട് 100% പൂർത്തീകരിച്ചതല്ല. എത്ര വലിയ വികസനം നടത്തിയാലും വാർഡ് മെമ്പർമാരെ ഇത് ഇതാവണമെങ്കിൽ പൂർത്തീകരണം ആവണമെങ്കിൽ അതാത് വാർഡുകളിലുള്ള റോഡുകൾ, ഗതാഗത സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക് എത്തണമെന്നുള്ള വെളിച്ചം, വെള്ളം, ഒരു കാര്യം പറയാം. ഇന്ന് എളവള്ളിയിലെ ഉള്ള പല ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞറിയോ, പ്രസിഡന്റ് ഞങ്ങൾ മറ്റുള്ള പഞ്ചായത്തുകളിലെ കല്യാണത്തിനും മറ്റു പെരുന്നാൾക്കും വിശേഷങ്ങൾക്കും പോകുമ്പോൾ എളവള്ളിയുടെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങളെ അഭിമാനം കൊള്ളുക എന്ന് പറയുന്നത്. എളവള്ളി അതിപ്പോ സുന്ദരേട്ടനെ തോന്നിയിട്ടുണ്ടാവില്ല, പക്ഷെ പുറത്തു നിന്ന് നോക്കുമ്പോൾ എളവള്ളി പഞ്ചായത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മോഡലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആളുകൾ വിളിച്ചു പറയുന്ന കാര്യം പറയും, എളവള്ളിക്കാരനായതുകൊണ്ട് 4 വർഷമായി ഈ അവാർഡ് നിലനിർത്തുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ളത് പുറത്തേക്ക് അറിയപ്പെടുന്ന ഒരു പഞ്ചായത്തായി മാറി. അതിൽ ഞങ്ങൾക്ക് അഭിമാനം ഉണ്ടെന്ന് പറയുന്ന ഒരു വലിയ സന്തോഷം കൂടി ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഞങ്ങൾ ഈ വികസനത്തിന് ഞങ്ങൾ എപ്പോഴും പ്രസിഡന്റൊപ്പം ഉണ്ടാവും. ഞങ്ങൾ വികസനത്തിന് എതിരല്ല. നമ്മൾ ഇതിനു മുമ്പ് വലിയ വലിയ വികസനത്തിന് കമ്പ്യൂട്ടറിനെതിരെ ഞാൻ പോൾ മാഷ് പടിയിൽ നിന്ന് പോയിട്ട് തൃശ്ശൂർ വരെ പോയിട്ട് നടന്നു പോയിട്ട് സമരം ചെയ്തിട്ടുള്ള ആളാണ് കമ്പ്യൂട്ടർ വരുന്നത്. ഇന്ന് ആ കമ്പ്യൂട്ടറിൻ്റെ അവസ്ഥ എന്താ? കമ്പ്യൂട്ടർ ഇല്ലാത്ത വല്ല കാര്യമുണ്ട്. അപ്പം ഞങ്ങളിതൊക്കെ ഈ പാഠം പഠിച്ച കാരണം ഞങ്ങൾ ഒരിക്കലും ഒരു വികസനത്തിന് അല്ലെങ്കിൽ ഒരു അഴിമതിക്കൊപ്പം പാർട്ടി പലപ്പോഴും ഞങ്ങളോട് പല കാര്യങ്ങളും ഇതാണ്. നമ്മൾ വികസനത്തിന് ഒരിക്കലും ഇതല്ല, ഞങ്ങൾ പ്രസിഡന്റൊപ്പം ഉണ്ടാവും. പ്രസിഡന്റ് അതേമാതിരി എടുക്കണം എന്ന് ഞങ്ങൾ പറയുമ്പോൾ റോഡുകളെ പറ്റിയിട്ടൊക്കെ ഞങ്ങൾ പറയും, ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ. അത് മാത്രം നിങ്ങൾ ഒരു മെമ്പർ എന്നുള്ള സ്ഥിതിക്ക്, പ്രസിഡന്റ് എന്നുള്ള സ്ഥിതിക്ക് ഒന്നും ചിന്തിക്കാനില്ല. പക്ഷെ മെമ്പർമാർ അതല്ലല്ലോ. ഞങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച പല ദേശത്തിലുള്ള ആൾക്കാർ ഞങ്ങളെ ഇങ്ങനെ ജയിപ്പിച്ചിട്ടുണ്ടാവും. ഇത് ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തായാലും മെമ്പർക്കുള്ളതല്ല. അതാണ് ഞങ്ങൾ എന്നും പ്രസിഡന്റിനോട് വന്നിട്ട് വെള്ളത്തിന്റെ ഇത് പറഞ്ഞല്ലോ, വെള്ളക്കെട്ട് ഒഴിവാക്കി ഇത്ര സ്ഥലങ്ങൾ, ഇതൊക്കെ ജനങ്ങൾ അറിയുന്നുണ്ട്. അപ്പൊ ഇത്രയും സ്ഥലത്ത് ഒഴിവാക്കാൻ പറ്റിയെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യം നമ്മളോട് ചോദിക്കുള്ളൂ. പ്രായോഗികമായി അവരുടെ ബുദ്ധിമുട്ടുകളോട് പ്രസിഡന്റ് പരിഗണിക്കണമെന്നാണ് അവർ പറയുന്നത്. കോൺക്രീറ്റ് റോഡ് പ്രസിഡന്റ് എല്ലാ ഗ്രാമസഭയിലും വഴിക്ക് 72 കോൺക്രീറ്റ് റോഡുകൾ പാസ്സാക്കി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവര് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് 4-ാം വാർഡിൽ എത്ര പാസ്സായി. അപ്പൊ എനിക്ക് അവിടെ പറയും 1 എന്ന് പറയുമ്പോൾ എനിക്ക് 4 ഓൾറെഡി ആസ്തിയിലുണ്ട്, 3 ഞാൻ വന്നിട്ട് കയറ്റിയതിലാണ്. കയറ്റിയത് വേണ്ട, ഓൾറെഡി കെടുക്കണതെങ്കിലും വേണ്ടേ. അപ്പൊ അതെന്ന് പറഞ്ഞ വികസനത്തിന് ഞങ്ങൾ എതിരല്ല. അതില് വലിയ വലിയ വികസനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങളിലെ കൂടെ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കണമെന്നാണ് കാര്യത്തിൽ അവര് 100% നല്ല അഭിപ്രായം ഉണ്ട്. അതിപ്പോ ഭരണസമിതിക്കുന്നുള്ളതാണ്. CPM ഭരിച്ചിട്ടും സ്ട്രീറ്റ് മെയിൻ എത്താത്ത സ്ഥലങ്ങളുണ്ട്. രണ്ടുപേരും വികസനത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രസിഡന്റിന്റെ കാര്യങ്ങളും പറയുന്നുണ്ട്, പഞ്ചായത്തിന്റെ നല്ല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒപ്പം അവർ പറയുന്നത് വലിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ചെറിയ ചില കാര്യങ്ങളിലൂടെ പരിഗണിക്കണം എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് അധികമായി ചർച്ച ചെയ്യും. കാരണം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ എളവള്ളിയെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാ കേരള മോഡൽ എന്ന് പറയുന്ന പോലെ എളവള്ളി മോഡലാണ് ഇപ്പോൾ കേരള സർക്കാരിന് മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ളത് വലിയൊരു അഭിമാനകരമായ നേട്ടമാണ്. എന്തായാലും അത്തരം അഭിമാനകരമായ നേട്ടങ്ങളും വികസന പ്രവർത്തനങ്ങളും ഇനിയും ഉണ്ടാകട്ടെ. എളവള്ളി ജില്ലയ്ക്കും സർക്കാരിനും ഒപ്പം തന്നെ സംസ്ഥാനത്ത് മൊത്തം ഒരു മാതൃകയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഈ ഒരു സമയവും നമ്മോടൊപ്പം സഹകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജിയോ ഫോക്സ്, ഒപ്പം തന്നെ പഞ്ചായത്ത് അംഗങ്ങളായ സൗമ്യ രതീഷ്, ഒപ്പം തന്നെ
സുരേഷ് കരുമത്തിൽ എന്നിവർക്കുള്ള പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു പഞ്ചായത്തിലെ ചർച്ചയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.